Hi all, welcome to another session of Mathematics class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ലീനിയർ ഇക്വേഷൻസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. നമ്മൾ ഓൾറെഡി കുറേ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഇതിനോടകം ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു കൺസെപ്റ്റ് വീഡിയോ. ഈ ഒരൊറ്റ മണിക്കൂറിൻ്റെ ഒരു വൺ ഷോട്ട് വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ചാപ്റ്ററിൻ്റെ എൻറ്റയർ കൺസെപ്റ്റും ഒപ്പം ധാരാളം ക്വസ്റ്റ്യൻസ് കൂടി അവിടെ നിന്ന് ചോദിക്കാവുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സിലുള്ള പലതരം ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മൾ പാറ്റേൺ ഒന്ന് പരിശോധിക്കുന്നു. ആ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന എന്താണ്, ഓരോ ടോപ്പിക്കും എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി ഒന്ന് പറഞ്ഞിരുന്നു. ആദ്യം ഓവറോൾ ഈ ചാപ്റ്റർ എന്താണ്, എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത്, എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകേണ്ടത്, ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഇവയൊക്കെ ഒന്ന് സാർ ഒന്ന് സമ്മപ്പ് ചെയ്യുന്നു. അതിന് മുമ്പ് ഓർക്കേണ്ട കാര്യം, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് ഇപ്പോഴും മാത്രമല്ലായിരുന്നു, 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഇപ്പോൾ 10ാം ക്ലാസ്സിലും വീണ്ടും നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ്. പക്ഷേ ഓരോ ക്ലാസ്സിൽ വരുമ്പോഴും ആ ലീനിയർ ഇക്വേഷൻസിൻ്റെ സ്വഭാവം മാറും അല്ലേ. ആദ്യം നമ്മൾ പഠിച്ചത് ലീനിയർ ഇക്വേഷൻ എന്തായിരുന്നു എന്നാണ്. അതിനുശേഷം പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിളും അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. അത് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എങ്ങനെ സോൾവ് ചെയ്യും, അതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ലീനിയർ ഇക്വേഷൻ? ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഇക്വേഷനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വേരിയബിൾസിന്റെ പവർ, മാക്സിമം പവർ, അതിന് മറ്റൊരു പേരുണ്ട്, എന്താ, ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അത്തരത്തിലുള്ള ഇക്വേഷൻസിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻസ്. ആ ലീനിയർ ഇക്വേഷനകത്ത് ഒരൊറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. എന്നാൽ രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എക്സും വൈയും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വിളിക്കും നമ്മൾ, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന് പറയും അല്ലേ. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇപ്പോൾ 5x + 2y is equal to 50 എന്ന് എഴുതി കഴിഞ്ഞാൽ എത്ര വേരിയബിൾസ് ഉണ്ട് അവിടെ? എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ട്. ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ പവറും വൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ പവറും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ പർട്ടിക്കുലർ ഇക്വേഷൻ 5x + 2y = 50 എന്ന് പറയുന്ന ഇക്വേഷൻ ഒരു ലീനിയർ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റും. ലീനിയർ ഇക്വേഷൻ മാത്രമാണോ? ലീനിയർ ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾസ്. എന്തുകൊണ്ടാ? 2 വേരിയബിൾസ് ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? എന്നാൽ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 5x + 6 = 50 എന്ന് എഴുതിയാൽ എന്തായിട്ട് മാറും? ലീനിയർ ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ എന്തല്ല, ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് അല്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്താണെന്ന് പഠിച്ചു. പക്ഷെ നമുക്ക് വേണ്ടുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. പെയർ എന്ന് വെച്ചാൽ 2 പേര് അല്ലേ. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. 2 ലീനിയർ ഇക്വേഷൻസ് ഒരേ സമയത്ത് എടുക്കുന്നു വിത്ത് 2 വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ 5x + 2y = 50യും നമ്മൾ മറ്റൊരു കാര്യം പറയുന്നു, 6x + 2y = 25 എന്ന് പറയുന്ന മറ്റൊരു ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഇതിനെ രണ്ടിനെയും ഒരേ സമയം നമ്മൾ സോൾവ് ചെയ്യുന്നു. ഒരേ സമയം സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഈ 2 ഇക്വേഷൻസും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ എന്തായിരുന്നു എളുപ്പമാ, 5x + 6 = 50 എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് യുണീക്ക് ആയിരിക്കും. ഏതോ ഒരു പർട്ടിക്കുലർ നമ്പറിൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ. ശരിയല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എക്സിനും വൈക്കും ഓരോരോ വാല്യൂസ് മാറിയും ഇട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയും മാറിക്കൊണ്ടിരിക്കും. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട് ഇവിടെ. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ പ്രശ്നം എന്താ, ഇത് രണ്ടും, ഈ ഒരു ഇക്വേഷനും ഒരേ സമയം നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറഞ്ഞ് ഒരേ സമയം ട്രീറ്റ് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം, ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും ഏതെങ്കിലും ഒരു എക്സും വൈയും, പക്ഷേ അത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? എന്നാൽ 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു, ഇത് മാത്രം സോൾവ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ സാർ ചാപ്റ്ററിലേക്ക് ഡയറക്റ്റ് പോകുന്നു, സോൾവിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് എങ്ങനെയാണെന്ന് പഠിച്ചാൽ തന്നെ 90% കഴിഞ്ഞു. പിന്നെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ കൺസിസ്റ്റൻസി ചെക്ക്
ലിങ്ക് ചെയ്യുന്ന പോയിന്റ് കൂടെയുള്ളൂ. അങ്ങനെ ആകെ മൊത്തം ഒരു 5 ടോപ്പിക്ക് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ആ 5 ടോപ്പിക് ക്ലിയർ ആണെങ്കിൽ സുഖമായിട്ട് ഫുൾ മാർക്സ് മേടിക്കാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ എല്ലാവരും റെഡി ആയിക്കൊള്ളുക. എങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്? സോൾവ് ചെയ്യുന്ന 2 മെത്തേഡാണ്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഗ്രാഫിക്കൽ മെത്തേഡിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് നമുക്ക് സോൾവ് ചെയ്യാം. ഒപ്പം ഓൾജിബ്രായിക് മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം സാറ് പറയുന്നത് എങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ ഇത് സോൾവ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രാഫിക്കൽ കൺസെപ്റ്റ് എന്താണ് സാറൊന്ന് പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചിരിക്കുക. ലീനിയർ ഇക്വേഷൻസ് പഠിച്ചപ്പോൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് തന്നെയാണ് ലീനിയർ എന്ന് പറയുന്ന പേര് തന്നെ കിട്ടിയത്. ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ സാർ ഈ ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് വരച്ചാലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആം ഐ കറക്റ്റ്? രണ്ടിടത്തും നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവരെ 2 പേരെ ഒരുമിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രാഫിൽ തന്നെ 2 സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതല്ലേ ഇതിൻ്റെ ഗ്രാഫിക്കൽ കൺസെപ്റ്റ്. ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സാറ് വരയ്ക്കുന്ന ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിക്കുക. ഓക്കെ, ഫസ്റ്റ് ലൈനിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അങ്ങ് പാസ് ചെയ്തു പോയി. രണ്ടാമത്തത് സാറ് വരച്ചപ്പോൾ സാറിന് ഏകദേശം ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം ഫസ്റ്റ് ലൈനിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ്റെ ലൈൻ ഇതും സെക്കൻഡ് ഇക്വേഷൻ്റെ ലൈൻ ഇതും ആണെങ്കിൽ ആ 2 ലൈനും സാറ് വരച്ചു. ഓക്കെ, നമ്മൾ ഏത് ഇക്വേഷൻ ആണോ ട്രീറ്റ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫായിരിക്കും കിട്ടുന്നത്. ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പോയിന്റ്സ് ഒക്കെ എടുത്ത് മാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ സാറ് വരച്ചിരിക്കുന്ന ഈ പർട്ടിക്കുലർ ഗ്രാഫിൻ്റെ പ്രത്യേകത ഈ 2 ലൈനും കൂടെ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കൂട്ടിമുട്ടിയിരിക്കുന്നു അല്ലേ? ഏതോ ഒരു പോയിന്റിൽ വന്നത് ഇന്റർസെക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എത്ര പോയിന്റിലാ? ഇവിടെ പർട്ടിക്കുലർ കേസിൽ അത് ഒറ്റ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു പോയിരിക്കുന്നു അല്ലേ? ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന് സൊല്യൂഷൻസ് യുണീക്ക് ആയിരിക്കും. അതായത് ഈ 2 ഇക്വേഷൻസും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും യുണീക്ക് ആയിരിക്കും. ഒരു യുണീക്ക് വാല്യൂ, ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ആയിരിക്കും എക്സിനും വൈക്കും കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഗ്രാഫുകൾ ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതും ഒരൊറ്റ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിരിക്കും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? അടുത്ത നമ്മൾ പറയുന്നു എപ്പോഴും അങ്ങനെ ഇന്റർസെക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇന്റർസെക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അവൻ ഏതായിരിക്കും? പാരലൽ ലൈൻസ് ആയിട്ട് പോകും അല്ലേ? നോൺ പാരലൽ ലൈൻസ് എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടിയിരിക്കും. എന്നാൽ പാരലൽ ലൈൻസ് എന്ത് ചെയ്യില്ല? ഇന്റർസെക്റ്റ് ചെയ്യപ്പെടില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യാത്ത ലൈൻസ് അല്ലേ? നമ്മൾ വരയ്ക്കുന്ന 2 ലൈനും തമ്മിൽ കൂട്ടിമുട്ടാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് പാരലൽ ലൈൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സാർ ആദ്യം പറഞ്ഞ ആ പോയിന്റ് വെച്ച് നോക്കിയേ, ഒരു പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ കാണുമെന്ന് പറഞ്ഞു. സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് മറ്റൊരു പേര് പറയും, അത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയും. ആ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, സൊല്യൂഷൻ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ഇന്റർസെക്റ്റ് ചെയ്യപ്പെടാതെ പോവുകയാണെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. അവർക്ക് എന്ത് കാണില്ല? സൊല്യൂഷൻ കാണില്ല. അതായത് ഈ 2 ഇക്വേഷൻസും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും എടുക്കാൻ പറ്റില്ല. എക്സിനും വൈക്കും അങ്ങനെ ആ സൊല്യൂഷൻ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഏതെങ്കിലും വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും, ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ചിലപ്പോൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും, ഇവിടെ ചെയ്യത്തില്ല. അങ്ങനെ ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും കാണില്ല. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? എന്തുകൊണ്ടാണ്? അത് 2 കൂട്ടിമുട്ടിയിട്ടില്ല. അത് പാരലൽ ലൈൻസ് ആയിട്ട് പോവുകയാണ്. ദെയർ ഈസ് നോ സൊല്യൂഷൻസ് ആൻഡ് ദിസ് ഈസ് ഇൻകൺസിസ്റ്റന്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ഒരു പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇന്റർസെക്റ്റ് ചെയ്യപ്പെടാതെ പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യാലോ? 2, 3, 4 ഇങ്ങനെ ഇന്റർസെക്റ്റ് ചെയ്തൂടെ? അങ്ങനെ നോക്കിയേ, 2 പോയിന്റിൽ മാത്രം ഇന്റർസെക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ വിളിക്കത്തില്ല. ശരിയല്ലേ? സാറിന് ഈ ഒരു ലൈൻ ഇങ്ങനെ വന്ന് ഇവിടെ കൂട്ടിമുട്ടിയിട്ട്
പിന്നെ ഒരു പോയിന്റ് കൂട്ടിമുണ്ടെങ്കിൽ എനിക്കതിനെ വളയ്ക്കണം അല്ലെ, ബെൻഡ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനായോ അല്ല. അപ്പോൾ 2 പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതോ 3 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നതോ ആയിട്ടുള്ളൊരു എന്തില്ല, കണ്ടീഷൻ ഇല്ല. പകരം മറ്റൊന്നുണ്ട്. സാറ് വരയ്ക്കാൻ പോകുന്ന ഗ്രാഫിൽ ആദ്യത്തെ ലൈൻ താണ്ട് ഇങ്ങനെയും രണ്ടാമത്തെ ലൈൻ വരച്ചപ്പോൾ എക്സാക്ട്ലി സിമിലർ ഇതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ തന്നെ പോയെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചു, കോയിൻസൈഡ് ചെയ്തു പോകുന്നു. ഒരു ലൈനിന് മുകളിൽ മറ്റൊരു ലൈൻ അതേപോലെ വന്ന് വീഴുന്നു അല്ലേ. നോക്കിക്കേ, ഐഡന്റിക്കലി സിമിലർ ആയിട്ട് അത് പോയിട്ടുണ്ട്, കോയിൻസൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. കോയിൻസൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ പ്രശ്നമാ. മുമ്പേ നമ്മൾ ഒരു പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്താൽ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രമാത്രം പോയിന്റ്സിൽ ഇന്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം സൊല്യൂഷൻ ഉണ്ടെന്ന് പറയണം. ശരിയല്ലേ? നോക്കിക്കേടെ, ഈ ലൈൻ ഇങ്ങോട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, ഈ ലൈൻ ഇങ്ങോട്ടും എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്ര പോയിന്റ്സിൽ അത് തമ്മിൽ കൂട്ടിമുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി മെനി എന്ന് പറയേണ്ട കാര്യം. നോക്കിക്കേ, ഇതിനിടയ്ക്കെല്ലാം പോയിന്റ്സ് ഉണ്ട്, ഇതെല്ലാം പോയിന്റ്സ് ആണ് അല്ലേ. ഇതെല്ലാം അതിൻ്റെ സൊല്യൂഷനായിട്ട് മാറും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇവിടെ ഇന്റർസെക്റ്റ് ചെയ്ത് ഈ ഒരു പോയിന്റ് സൊല്യൂഷനായി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്റർസെക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മുഴുവൻ പോയിന്റുകളും എന്തായിട്ട് എടുക്കണം, സൊല്യൂഷൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ എങ്ങനെ സമ്മപ്പ് ചെയ്യണം? ഇഫ് ദാറ്റ് ലൈൻസ് ആർ കോയിൻസൈഡ് ടുഗദർ then we will say that system of linear equations having infinitely many solutions. ഈ 3 കണ്ടീഷനേ ഉള്ളൂ ഗ്രാഫിക്കൽ മെത്തേഡിൽ. ഒന്ന് സമ്മപ്പ് ചെയ്തേ. ആദ്യം എന്താ സാറ് പറഞ്ഞത്, ആ 2 ലൈൻസും ഇന്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് ആണെങ്കിൽ അതിന് യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. ഇനി അവർ 2 പേരും ഇന്റർസെക്റ്റ് ചെയ്യപ്പെടുന്നില്ല, ദാറ്റ് മീൻസ് പാരലൽ ലൈൻസ് ആയിട്ട് പോവുകയാണെങ്കിൽ there is no solution and which is inconsistent, there is no solution. ക്ലിയർ അല്ല? ആദ്യത്തെ കൺസിസ്റ്റന്റ് ആണ്. മൂന്നാമത്തെ കേസിൽ വീണ്ടും അത് കൺസിസ്റ്റന്റ് ആണ്, മറ്റൊരു പേര് കൂടിയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അത് ഡിപ്പെൻഡൻ്റ് കൂടിയാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി അവിടുത്തെ സൊല്യൂഷൻ്റെ എണ്ണം പറഞ്ഞാലോ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. ഇതാണ് ഗ്രാഫിക്കൽ കൺസെപ്റ്റ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമോ? ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇക്വേഷനായിട്ട് ആയിരിക്കത്തില്ല തരുന്നത്, ലീനിയർ ഇക്വേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട വേർഡ് പ്രോബ്ലം ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോഴൊക്കെ നമുക്ക് ഗ്രാഫ് വരച്ചെടുക്കുക ഒരുപാട് സമയം പോകും. പക്ഷേ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് സാർ ഇപ്പം സമ്മപ്പ് ചെയ്ത് തന്നത്. ഇനി ഏത് മെത്തേഡ് ഉണ്ട്? ഓൾജിബ്രായിക് മെത്തേഡിൽ എങ്ങനെ നമുക്കിത് ട്രീറ്റ് ചെയ്യാം? ഓൾജിബ്രായിക് മെത്തേഡിൽ എങ്ങനെയാണ് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സാർ ഇപ്പോൾ അടുത്ത അതിലേക്കാണ് പോകുന്നത്. അതിനുശേഷം മറ്റൊരു കോൺസെപ്റ്റൂടെ, കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ എപ്പോഴും ഓൾജിബ്രായിക് മെത്തേഡും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡും ട്രീറ്റ് ചെയ്ത് ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ട്രീറ്റ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ്റെ എണ്ണം നോക്കി നമുക്ക് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രമാണെങ്കിൽ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഷോർട്ട് കട്ട് മെത്തേഡും കൂടെ പറഞ്ഞുതരാം. അത് ഇതിന് ശേഷം ഏതാ ഓൾജിബ്രായിക് മെത്തേഡിൽ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ സോൾവ് ചെയ്യണമെന്ന് കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് പ്രധാനമായിട്ടും ഓൾജിബ്രായിക് മെത്തേഡിൽ പഠിക്കാനുള്ളത് 2 മെത്തേഡാണ്. ഓക്കെ, ഇതിനു മുമ്പ് 2-3 മെത്തേഡ് കൂടി ഉണ്ടായിരുന്നു, അതെല്ലാം ഡിലീറ്റഡ് പോർഷനാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട്. സോ ആദ്യം പഠിക്കേണ്ട മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, രണ്ടാമത് പഠിക്കാനുള്ള മെത്തേഡ് എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, ഏതൊക്കെയാ? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും എലിമിനേഷൻ മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മാത്രമല്ല, വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ പോലും അവിടുത്തെ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും അവിടെ കൂടി യൂസ് ചെയ്യേണ്ട ഒരു 2 മെത്തേഡുകളാണ് എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അവിടെയൊക്കെ വേർഡ് പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇവിടെ. 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഐറ്റം കൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രോബ്ലംസ് ഒക്കെ കൂടുതലും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത്, എലിമിനേഷൻ മെത്തേഡ് എങ്ങനെ, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും എളുപ്പമായി തോന്നുക അത് ചെയ്യുക. എപ്പോഴും എലിമിനേഷൻ മെത്തേഡാണ് കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് മാറുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 2 മെത്തേഡും സാർ ഒന്ന് സമ്മപ്പ് ചെയ്തതിന് ശേഷം മറ്റേ കാര്യം കൂടെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് വൺ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അതിനുവേണ്ടി സാർ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ട്രീറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ x plus y is equal to 6. x plus y is equal to 6. 2x minus y is equal to 2x minus y is equal to 12. Okay, equation number 1 ഇക്വേഷൻ നമ്പർ 2 ക്ലിയർ ആയല്ലോ? ശ്രദ്ധിച്ചിരിക്കുക.
നോക്കിയേ, രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, രണ്ട് വേരിയബിൾസ് വെച്ചിട്ടുണ്ട്. സോ ഇത് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ ആണ്. ഇതും ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ ആണ്. നമ്മുടെ അടുത്ത് സോൾവ് ചെയ്യാൻ പറയുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ട്രീറ്റ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻസും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും വേണം, ശരിയല്ലേ? അതിനെ ഓൾജിബ്രായിക് മെത്തേഡിൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, അതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്നാണ് സാറ് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത്, തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായി തോന്നുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ട് തോന്നുന്ന ഇക്വേഷൻ ഏതാണോ അത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ടെണ്ണം നോക്കുമ്പോൾ മിക്കവരും സെലക്ട് ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 1 കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് തോന്നും. സോ അത് സാറും എടുക്കുന്നു. എക്സ് പ്ലസ് വൈ = 6 എന്ന് പറയുന്ന ഇക്വേഷനെ ഒന്ന് വീണ്ടും എടുത്തെഴുതുക. എക്സ് പ്ലസ് വൈ = 6. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനെ അത് എളുപ്പമായി തോന്നിയതുകൊണ്ട് നമ്മളൊന്ന് എടുത്തെഴുതി. ഓക്കെ, ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വേരിയബിളിനെ മറ്റേ വേരിയബിളിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക. വി ഹാവ് ടു എക്സ്പ്രസ് വൺ ഓഫ് ദ വേരിയബിൾ ഇൻ നദർ വേരിയബിൾ. ഓക്കെ, രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും ഉണ്ട്. എക്സിനെയോ വൈയെയോ എക്സിൻ്റെ ടേംസിലോ വൈയുടെ ടേംസിലോ എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് സാർ ഇവിടെ ചെയ്യുന്നു എക്സ് = 6 - y. തിരിച്ചും ചെയ്യാം. സാർ ഇത് ചെയ്തു. എക്സിനെ ഞാൻ എന്ത് വിളിച്ചു? 6 - y എന്ന് വിളിച്ചു. അതായത് രണ്ട് വേരിയബിൾ ഉള്ള ആ ഇക്വേഷനെ ഒരു വേരിയബിളിനെ മറ്റവൻ്റെ ടേംസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചു. അതിനർത്ഥം എന്താ? രണ്ട് പേരെ റെഡ്യൂസ് ചെയ്ത് ഒറ്റ വേരിയബിളായിട്ട് മാറ്റുന്ന പ്രോസസ്സാണത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സാർ ഈ പറയാൻ പോകുന്ന ലൈൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ of x = 6 - y in equation number 2. ക്ലിയർ ആവല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എവിടെയാണോ ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്തത്, ആ റെപ്രസെൻറ്റ് ചെയ്ത ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ സെക്കൻഡ് വൺ. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ കൊണ്ടുചെന്ന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ എലമെൻറ്റ് കണ്ടുപിടിച്ചതെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊണ്ടുചെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സാർ ഒന്ന് പറയുന്നു 2x - y = 12 എന്നല്ലേ? അപ്പോൾ എക്സിന് നമ്മൾ എന്ത് വിളിക്കുന്നു ഇനി? 6 - y. അപ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ? 2 × എക്സിൻ്റെ പ്ലേസിൽ രണ്ട് ടേംസ് ഉണ്ടായിരുന്നു, നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ടു. 6 - y മൈനസ് ആരുണ്ട്? y ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ക്ലിയർ ആയല്ലോ? ഈ ടേം അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് വന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ ഇൻ ദ സെക്കൻഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ. ആ പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇക്വേഷൻ്റെ പേര് അങ്ങനെ വന്നത്, അല്ലെങ്കിൽ ആ മെത്തേഡിൻ്റെ പേര് അങ്ങനെ വന്നത്. സോ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 12 - 2y - y = 12. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? സോ 12 - 2y - y എത്രയാ? ഇനി 8ാം ക്ലാസ്സാണ്, -3y = 12 എന്ന് വിളിച്ചുകൂടെ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ 3y അപ്പുറത്ത് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ 3y ആകും, +3y ആകും. ഈ 12 ഇപ്പുറത്ത് വരുമ്പോൾ 0 ആകും. ദാറ്റ് മീൻസ് 3y = 0. 3y = 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? y = 0/3 which is 0. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? വൈയുടെ വാല്യൂ 0 എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ കിട്ടിയ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 എഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടാമത്തെ വാല്യൂ കൂടി കണ്ടുപിടിക്കുക. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ y 0 എന്നല്ലേ കിട്ടി, നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പുട്ട് y = 0 in equation number 1. എന്ത് കിട്ടും? x + 0 = 6. therefore x = 6. ക്ലിയർ ആയോ? മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മെത്തേഡ്. ഓർത്ത് വെക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ക്ലിയർ ആയല്ലോ? 2-3 പ്രോബ്ലംസ് നമുക്ക് തന്നെ ചെയ്യാം. ആ ചെയ്യുന്ന സമയം നിങ്ങൾ കുറച്ചും കൂടെ തറവാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് ഏതാ സാർ പറഞ്ഞത്? എലിമിനേഷൻ മെത്തേഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമിനേഷൻ മെത്തേഡിൻ്റെ അക്സെപ്റ്റൻസ് വരുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ സാധാരണ എളുപ്പമുള്ള ഇക്വേഷൻസ് ആണ് അങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റി. ചിലപ്പോൾ വലിയ ഇക്വേഷൻസ് ഒക്കെ വരുമ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ കുറച്ചും കൂടെ വലുതാവും, തെറ്റുകൾ വരാൻ ഒരുപാട് സാധ്യത വരും, പ്രോബബിലിറ്റി കൂടുതലാണ് തെറ്റ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു മെത്തേഡായ എലിമിനേഷൻ മെത്തേഡിലേക്ക് പോകും. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിന് വേണ്ടി സാർ ഒരു ക്വസ്റ്റ്യൻ തരുന്നു. 2x + 3y = 24. ഓക്കെ, അടുത്ത സാറ് വേറൊരെണ്ണം തരുന്നു. 3x + 2y = 30 എന്നും തരുന്നു. സിമ്പിളായിട്ട് വെറുതെ 2 ഇക്വേഷൻസ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും വിളിക്കുന്നു, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കുന്നു. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എലിമിനേഷൻ മെത്തേഡിൽ അത് സോൾവ് ചെയ്യാൻ പോകും.
എലിമിനേഷൻ മെത്തേഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസിനെയും 1 എന്നും 2 എന്നും വിളിക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കുക. ഓക്കെ, ഇനി നോക്കേണ്ടത്, വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടത്, വി ഹാവ് ടു എലിമിനേറ്റ് വൺ ഓഫ് ദ വേരിയബിൾ ഫ്രം ദീസ് ഇക്വേഷൻസ്. അതായത് ഏതെങ്കിലും ഒരു വേരിയബിളിനെ ഇവിടെ നിന്ന് ഇല്ലാണ്ടാക്കുക, പുറത്താക്കുക. ഓക്കെ, രണ്ട് വേരിയബിൾസ് ഉണ്ടല്ലോ, എക്സും വൈയും ഉണ്ട്. എക്സിനെയോ വൈയെയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കുക, എന്നിട്ട് ഒറ്റ വേരിയബിളാക്കി സോൾവ് ചെയ്തെടുക്കുക. ക്ലിയർ ആയി? അങ്ങനെ വെറുതെ നമുക്ക് പുറത്താക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്ന സാധനം നമ്മളങ്ങ് മായിച്ചത് പുറത്താവുമോ? ഇല്ല. അപ്പം എഴുതി വെച്ചിരിക്കുന്ന ആ ഇക്വേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു വേരിയബിളിനെ കളയണമെങ്കിൽ ചില പ്രോസസ്സ് ഉണ്ട്, വെറുതെ കളയാൻ പറ്റില്ല. അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് നിങ്ങൾ നോക്കേണ്ടത്. തന്നിരിക്കുന്ന ഇക്വേഷൻസിലെ വേരിയബിൾസിൽ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആണോ എന്ന് നോക്കുക. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ള ആ നമ്പർ 2, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ? 3. 2ഉം 3ഉം ഈക്വൽ ആണോ? അല്ല. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് 3, വൈയുടെ കോഎഫിഷ്യൻ്റ് 2, രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഈക്വൽ അല്ലെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ട്, ഈക്വൽ ആണെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ട്. ക്ലിയർ ആയല്ലോ സാർ? അപ്പോൾ ഈക്വൽ അല്ലാത്തതിൻ്റെ പ്രോസസ്സ് പറയാം. ഈക്വൽ അല്ലാത്തതിൻ്റെ പ്രോസസ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ്ലി എന്ത് കിട്ടും? അത് ഈക്വൽ ആയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയല്ലോ? അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ എടുത്തത്. എങ്ങനെയാ നോക്ക്, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 2, ശരിയല്ലേ? ഈക്വൽ അല്ല. അപ്പം നമുക്ക് ഈക്വൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ സാറ് ചെയ്യുന്നത്, നോക്കിക്കേ, ഇവിടെ 5x താഴെയും 5x ആണെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാൻ ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ മൈനസ് ചെയ്താൽ പോരാ, അവൻ്റെ ശല്യം അങ്ങ് തീരും അല്ലേ? ഇവിടെ 5ഉം ഇവിടെ 5ഉം ആണെങ്കിൽ ഇത് രണ്ടും കളയാൻ വേണ്ടി ഈ രണ്ട് ഇക്വേഷൻസ് മൈനസ് ചെയ്താൽ പോരേടേ. അപ്പോൾ അല്ലല്ലോ, അല്ല. അപ്പോൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതിയായിരുന്നു. ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അതിൻ്റെ സിമ്പിൾസ് ഒക്കെ സൈനൊക്കെ മാറിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ട്രീറ്റ് ചെയ്യണം. പറഞ്ഞുതരാം. നോക്ക്, ഇവിടെ ആദ്യം ഈക്വൽ ടു അല്ല, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും താഴത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും ഈക്വൽ അല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പ്രോസസ്സ് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കിയതിന് ശേഷം ബാക്കി പറയാം, അപ്പം മറ്റേതും മനസ്സിലാവും. നോക്കി, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3ഉം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2ഉം ഞാൻ അത് തന്നെ ഈക്വൽ ആക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ആക്കുക എന്നുള്ളതാണ് സാറിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, എങ്ങനെ ഈക്വൽ ആക്കണം എന്ന് വേഗം ഓർത്ത് വെച്ചോ. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഏതാ? 2 എന്ന് പറയുന്ന നമ്പറാണ് 2. ആ 2 കൊണ്ട് ഇക്വേഷൻ നമ്പർ 2വിനെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ. ഒന്നുകൂടെ പറയാം, ഇവിടെ ഏതാണോ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ആ കോഎഫിഷ്യൻറ്റ് കൊണ്ട് ഇക്വേഷൻ നമ്പർ 2വിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. സെയിം ടൈം ഇക്വേഷൻ നമ്പർ 2ൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഏതാ? 3. ആ 3 കൊണ്ട് ഇക്വേഷൻ നമ്പർ 1നെയും, അതായത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ 2 എടുത്തിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇവിടുത്തെ 3 എടുത്ത് അവിടെ മൾട്ടിപ്ലൈ. അപ്പോൾ എങ്ങനെ എഴുതണം നിങ്ങളൊന്ന് പറ. ഇക്വേഷൻ നമ്പർ 1നെ കംപ്ലീറ്റ് ആയിട്ട് ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3യെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? ഒന്നുകൂടെ പറയട്ടെ വേഗം. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഏതാ? 3. ആ 3 കൊണ്ട് ഇവിടെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഏതാ? 2. അതുകൊണ്ട് ഇതിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് സംഭവിക്കും നോക്കി, എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ നമ്പർ 2വിനെ ആദ്യം അത് എഴുതാം. ഇക്വേഷൻ നമ്പർ 2വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് സാർ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതുന്നു. 2 × 3 6x, 2 × 2y 4y, വിച്ച് ഈസ് ഈക്വൽ ടു 2 × 30 60. ശരിയല്ലേ? പുതിയതായിട്ട് കിട്ടിയ ഇക്വേഷനെ നമുക്ക് 3 എന്ന് വിളിക്കാം. ഇനി അടുത്തത് പറ, ഇക്വേഷൻ നമ്പർ 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് സംഭവിക്കും? 3 × 2 6x. കണ്ടോ, രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് ഈക്വൽ ആയത് ഇതിൻ്റെ പ്രോസസ്സാണ് ആ ചെയ്തത്. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ആ ചെയ്തത്. അടുത്തത് 3 × 3 9y. ഇനി 3 × 24 × 3 72. ക്ലിയർ ആയല്ലോ? ഇക്വേഷൻ നമ്പർ 4 വരയ്ക്കുക. സാർ മുമ്പേ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻ്റ് ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ കളയാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ രണ്ടുപേരും ഒരേപോലെ ആണെങ്കിൽ അത് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ക്ലിയർ ആയല്ലോ? ഇക്വേഷൻ നമ്പർ 4ൽ നിന്ന് 3 മൈനസ് ചെയ്താലോ
ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് 4 മൈനസ് ചെയ്താലോ ആര് എലിമിനേറ്റ് ചെയ്യപ്പെടും? ആ വേർഡിന് പകരം ആര് പുറത്താവും? ആ എക്സ് എന്ന് പറയുന്ന ആ ടേമേ അവിടെ നിന്ന് പോവും, ആ വാനിഷ് ആയി പോവും അല്ലേ. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ എലിമിനേഷൻ മെത്തേഡ് എന്ന് വന്നത്. നമ്മൾ അങ്ങനെ ആക്കി വെച്ചതാ അല്ലേ. അപ്പോൾ ചോദിക്കും സാറേ ഇക്വേഷൻ എല്ലാം മാറിപ്പോയില്ല. ഇല്ല, മാറിയില്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അപ്പുറത്തെ സൈഡ് എല്ലാ ടേമിനെയും ഒരുമിച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വാണ്ടിറ്റി അതേപോലെ തന്നെ നിൽക്കും. Did you understand? സോ നമുക്ക് നോക്കാം. മൈനസ് ചെയ്യുന്നു സാർ ഇക്വേഷൻ, അത് എഴുതണം. ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 3 ചെയ്യുന്നു. പറയടേ നിങ്ങൾ ഓരോ ലൈക്ക് ടേംസുകളും പരസ്പരം പറ. എക്സിൻ്റെ ടേംസ് ഇവിടെ ടേം ഇവിടെ 6x ഇവിടെ 6x 6x മൈനസ് 6x ക്യാൻസൽ പോയി. 9y മൈനസ് 4y വിച്ച് ഈസ് ഈക്വൽ ടു 5y വിച്ച് ഈസ് ഈക്വൽ ടു 72 മൈനസ് 60 സിമ്പിൾ 12 അല്ലേ. therefore y ഈസ് ഈക്വൽ ടു 12/5. ക്ലിയർ ആയോ? 12/5 എളുപ്പമല്ലേ? മുമ്പേ നമ്മൾ ഇതേ കണക്കല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്തപ്പോൾ ഒരെണ്ണം കിട്ടി അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് y ഇൻ എനി ഓഫ് ദ ഇക്വേഷൻ. ഏതാ? ഇക്വേഷൻ നമ്പർ 3 കിടപ്പുണ്ട്, ഇക്വേഷൻ നമ്പർ 4 കിടപ്പുണ്ട്, ഇക്വേഷൻ നമ്പർ 1 കിടപ്പുണ്ട്, ഇക്വേഷൻ നമ്പർ 2 കിടപ്പുണ്ട്. ഏതിലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന ഏതാണോ അതിനകത്തിട്ട് നോക്കി ഇട്ട് കൊടുത്ത് എന്ത് കണ്ടുപിടിക്കാം? y കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? y അല്ല x കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? എന്നാൽ ഒരു സംശയം ചില കുട്ടികൾ ചോദിക്കും, സാറേ ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ, അതായത് 6x മൈനസ് 6x ആയിരുന്നെങ്കിൽ, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ടെന്ന്. ഇവിടെ നോക്കിയേ സാർ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൈനസ് ചെയ്യാൻ പറഞ്ഞുള്ള പ്രശ്നം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. 6x മൈനസ് 6x എന്നായി പോവും. ഡൗട്ട് ഉണ്ടോ? 6x മൈനസ് 6x എങ്ങനെയാണ് 2 മൈനസ് വന്നത്? ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ മൈനസ് ചെയ്യണം എന്നുള്ളതിൻ്റെ മൈനസ്. അടുത്ത മൈനസോ ഇതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന മൈനസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് എന്തായിട്ട് മാറും? മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആയിട്ട് മാറും. അപ്പം നമ്മുടെ പരിപാടി നടക്കുമോ? നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? 6നെ അവിടെ നിന്ന് കളയാനായിട്ട്. ഇതാ കിടക്കുന്നു 6x പകരം 12 12x എന്ന് പറഞ്ഞ് കിടക്കുന്നു. അപ്പം കോമൺ സെൻസ് അപ്ലൈ എന്ത് ചെയ്യണം? അവനെ രണ്ടും 2 സൈനായിട്ട് കിടക്കുമ്പോൾ മൈനസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ 2 ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 6x പ്ലസ് മൈനസ് 6x ഇങ്ങനെ എഴുതിയാൽ പ്ലസും മൈനസും കൂടെ ചേർന്ന് മൈനസ് 6s ക്യാൻസൽ ആയി പോയില്ലേ? അപ്പോൾ അത് ലോജിക്കാ. ക്ലിയർ ആയല്ലോ? ഡിഫറെൻറ്റ് സൈൻസ് ആണ് കിടക്കുന്നതെങ്കിൽ യു ഷുഡ് ആഡ്. സെയിം സൈൻ ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ മൈനസ് ചെയ്താൽ. അതാണ് സാർ ആദ്യമേ പറഞ്ഞത്. ഒരേപോലെ ആക്കുമ്പോൾ അതിൻ്റെ സൈൻ ഉൾപ്പെടെ ഒരേപോലെ ആണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് മൈനസ് ചെയ്ത് കളയാം. ഇനി അല്ല ഡിഫറെൻറ്റ് സൈൻസ് ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്യുക, അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, ആഡ് ചെയ്താലേ അതെന്താവുള്ളൂ? ക്യാൻസൽ ആയി പോകത്തുള്ളൂ. മൈനസ് ചെയ്താലുള്ള പ്രശ്നം അത് വീണ്ടും ആ ടേമായിട്ട് അവിടെ നിൽക്കും. അത് ഇതേ കേസിൽ ഇവിടെ വന്നാലും -6 ഇവിടെ വന്നിട്ട് ഇവിടെ പ്ലസും കിടന്നു കഴിഞ്ഞാൽ ഇതേ പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. നമുക്കറിയാം 3 -3 ഒരേ സൈൻ വന്നു കഴിഞ്ഞാൽ 0, -3 ചെയ്ത് കഴിഞ്ഞാൽ അത് -6 ആണ്. ശരിയല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് സൈൻസ്, ഒരെണ്ണം -3 ഒരെണ്ണം +3 വന്നാലേ ആഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ, അത് 0 ആയിട്ട് പോകും. ക്ലിയർ ആയല്ലോ? അത് ലോജിക്കാണ്. ആ 2 കാര്യങ്ങളൊന്ന് എക്സെപ്ഷണൽ കേസായിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു സോൾവ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാറ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തായിരുന്നു? നമ്മുടെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്നത്. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ 2 ഇക്വേഷൻസ് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ ഇടുന്നതിന് പകരം ax പ്ലസ് by പ്ലസ് c = 0 എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ അല്ലേ? a എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ്, അതായത് കോഎഫിഷ്യന്റ്, എക്സിൻ്റെ കോഎഫിഷ്യന്റ് വൈയുടെ കോഎഫിഷ്യന്റ് ആണ് b, c എന്ന് പറയുന്നത് മീൻസ് വേരിയബിൾ ഇല്ലാത്ത ഒരു കോൺസ്റ്റന്റ് ടേം. ഇങ്ങനെയല്ലേ നമ്മൾ യഥാർത്ഥ ഒരു ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിളിൻ്റെ ജനറൽ ഫോർമാറ്റ് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചത്. അപ്പോൾ നമുക്ക് 2 എണ്ണം വേണം അല്ലേ? അതുകൊണ്ട് സാർ എന്ത് ചെയ്യുന്നു? ഇതിനെ a1 b1 c1 a1x പ്ലസ് b1y പ്ലസ് c1 = 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും, രണ്ടാമത്തെ ഇക്വേഷനെ a2x പ്ലസ് b2y പ്ലസ് c2 = 0 എന്ന് പറയുന്ന ഇങ്ങനെ 2 ഇക്വേഷൻസ് തരും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന് പറയുക. ഇതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ട്? ഒരു സൊല്യൂഷൻ ആണോ? 2 അല്ലെങ്കിൽ മീൻസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ? അതോ ഇതിന് സൊല്യൂഷൻ ഇല്ലയോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓൾജിബ്രായിക് മെത്തേഡും ഗ്രാഫിക്കൽ മെത്തേഡും ചെയ്തത്. പക്ഷെ അത്രയും സമയം എടുക്കാതെ തന്നെ ഇതിൻ്റെ ഒരു സിംഗിൾ ആൻസർ കൺസിസ്റ്റൻ്റ് ആണോ
അല്ല, ആണ് എന്ന് പറയാനും ഇതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതിന് യുണീക്ക് സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ ഇതിന് സൊല്യൂഷനേ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒറ്റ വേർഡിൽ വൺ വേർഡായിട്ട് പറയാനായിട്ട് നമുക്ക് ഇത്രയും ഒന്നും ചെയ്ത് നോക്കാതെ തന്നെ പറയാൻ പറ്റും. മറ്റേത് എക്സാക്ട്ലി വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയായിരുന്നു ആരാണ് സൊല്യൂഷൻ എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? അതിൻ്റെ മെത്തേഡാണ് സാർ പറഞ്ഞിരുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, കൺസിസ്റ്റൻസി ചെക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ കേസ് ശ്രദ്ധിച്ചിരിക്കുക, A1/A2 നോട്ട് ഈക്വൽ ടു B1/B2. എന്താണ് A1 A2 എന്നൊക്കെ അറിയാലോ. ഒന്നാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് A2, അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ B1/B2 ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് കൺസിസ്റ്റൻറ്റ്. കൺസിസ്റ്റൻ്റ് ആണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഓൺലി വൺ സൊല്യൂഷൻ. അപ്പോൾ സാറ് നിങ്ങളടുത്ത് ചോദ്യം ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ എവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് വരയ്ക്കുന്ന ഗ്രാഫ് എങ്ങനെ ഇരിക്കും? രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ രണ്ട് സ്ട്രെയിറ്റ് ലൈനും എവിടെയെങ്കിലും ഒരിടത്ത് കൂട്ടിമുട്ടപ്പെട്ടിരിക്കും, അല്ലേ? ശരിയല്ലേ? എന്നാൽ മാത്രമേ ഒരു സൊല്യൂഷൻ വരത്തുള്ളൂ. അതിൻ്റെ ഗ്രാഫിക്കൽ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യും, ഒരു സൊല്യൂഷനെ കാണത്തുള്ളൂ, യുണീക്ക് ആയിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും, കംപ്ലീറ്റ്. നെക്സ്റ്റ് രണ്ടാമത്തെ കണ്ടീഷൻ പറ. A1/A2 is equal to B1/B2 is equal to C1/C2. ഇതാ നടക്കുന്നത്, എല്ലാവരും ഈക്വൽ. A1/A2 B1/B2 C1/C2. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ, മൂന്നും പരസ്പരം അതിൻ്റെ റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ ദിസ് ഈസ് കോയിൻസൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ലൈനിന് മുകളിൽ മറ്റൊരു ലൈൻ വന്ന് കിടക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ്ലി മെനി ആയിരിക്കും. കൺസിസ്റ്റൻ്റ് ആണോ? ആണ്, കൺസിസ്റ്റൻ്റ് ആണ്. കാര്യം ഇഷ്ടംപോലെ സൊല്യൂഷൻ ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആണ്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ കാണും. ഗ്രാഫ് എങ്ങനെ ഇരിക്കും? കോയിൻസൈഡ് ലൈൻസ് ആയിരിക്കും. അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ കിട്ടി. ഇതെങ്ങനെയാ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും? 2x + 3y = -6, 3x - 2y = 8 എന്നൊക്കെ പറഞ്ഞത് കൺസിസ്റ്റൻ്റ് ആണോ അല്ലേ നോക്കാൻ ഇത് ചെയ്താൽ മതി. ആരാണ് A1 2, ആരാണ് B1 3, ആരാണ് C1 -6, ഇപ്പുറത്ത് വരുമ്പോൾ 6, ആരാണ് A2 3, ആരാണ് B2 -2, ആരാണ് C2 -8 ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോ അത് പറഞ്ഞാൽ മതി. ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്? കോയിൻസൈഡ് ലൈൻ. ഇവിടെ എന്താ പറഞ്ഞത്? കൺസിസ്റ്റന്റ് ഇന്റർസെക്റ്റ് അറ്റ് 1 പോയിന്റ്. ഇനി ഏതാ കണ്ടീഷൻ? ഇങ്ങോട്ട് പറ. കൗട്ടി മുട്ടാതെ പോകുന്ന പാരലൽ ലൈൻസ്, അല്ലേ? പാരലൽ ലൈൻസിന്റെ കണ്ടീഷൻ താ വരുന്നു, വെരി ഇമ്പോർട്ടൻറ്റ്. A1/A2 is equal to B1/B2. ഇത് തന്നെയല്ലേ സാറേ മുമ്പേ പറഞ്ഞത്? A1/A2 B1/B2. എന്നാൽ മൂന്നാമത്തെ ആൾ ഈക്വൽ അല്ല. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതും വൈയുടെ കോഎഫിഷ്യൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതും ഈക്വൽ കാര്യമില്ല. എന്തുമായിട്ട് ഈക്വൽ അല്ല? C1/C2. അതായത് കോൺസ്റ്റന്റ് ടേംസ് ഡിവൈഡ് ചെയ്യുന്നത് തമ്മിൽ ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഇവിടെ എഴുതാനുള്ളത്. പറഞ്ഞേ. ഇത് ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ? അല്ല. there is no solution which will be parallel lines. കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഫുൾ മാർക്സ് നമുക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടുന്നത്? ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്. നോക്കിക്കേ, ഓരോരോ ക്വസ്റ്റ്യൻസ്. ചില കേസുകളിൽ ഈ ഇക്വേഷൻസ് നമുക്ക് തരില്ല, വേർഡ് പ്രോബ്ലമായി തരും. ആ വേർഡ് പ്രോബ്ലം വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് എഴുതി കൊടുക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതൊക്കെയാണ് വലിയ ക്ലാസ്സുകളിൽ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസിലൊക്കെ വരുമ്പോൾ ചെയ്യേണ്ടത്. പക്ഷേ ഇതെല്ലാത്തിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡിലെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആണ്. ഫൗണ്ടേഷൻ അത് സ്ട്രോങ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവത്തില്ല. ഓക്കെ, ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഫസ്റ്റ് വൺ നോക്കിക്കേ ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് വാല്യൂ ഓഫ് k will the following pair of linear equations have ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ? അവർ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയുള്ളൂ, അല്ലേ? അതായത് രണ്ട് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. kx + 2y = 1 8x + ky = 2. നിങ്ങൾ തന്നെ ആൻസർ വേഗം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. എങ്ങനെയാ? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കണം. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കണമെങ്കിൽ കെയുടെ വാല്യൂ എത്ര? അപ്പം നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? പറ. A1/A2 is equal to B1/B2 is equal to C1/C2 ആണെങ്കിലാണ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആവുന്നത്. ശരിയല്ലേ? കോയിൻസൈഡ് ചെയ്യപ്പെടും. അപ്പം നമുക്ക് അവിടുത്തെ A1 A2 ഒക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് എഴുതി നോക്കാം. ഇത് A1, ഇത് B1, ഇത് C1, ഇതോ A2, ഇത് B2, ഇത് C2. നെഗറ്റീവ് ആവും, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പുറത്താണ് കിടക്കുന്നതെങ്കിൽ രണ്ടും ഒരുമിച്ച് അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി. സോ A1 K/A2
A2 8 K by 8 which is equal to B1 by B2 2 by B2 ഏതാ K. ശരിയല്ലേ? നമുക്ക് ആദ്യം അതങ്ങ് സോൾവ് ചെയ്യാം. കാര്യം മറ്റേത് എടുക്കേണ്ട കാര്യം പോലില്ല. ഇത് ഈക്വൽ ആകണം, ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അല്ലേ. സോ K ഇൻറ്റു K K സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ 16. K സ്ക്വയർ 16 ആണെങ്കിൽ K ഇസ് ഈക്വൽ എന്ത് വരണം? റൂട്ട് 16. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ +or -4 ശരിയല്ലേ? -4 ഓർ -4 ഓർ +4 അല്ലേ. നമുക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും കൂടെ എടുക്കാം, C1/C2 കൂടെ എടുക്കാം. C1/C2 കൺഫ്യൂഷൻ അടിക്കരുത്. ഒന്നെങ്കിൽ ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് അതിനെ -1 ആക്കുക, ഇതിനെയും ഇപ്പുറത്ത് കൊണ്ടുവന്ന് -2 ആക്കുക. -1/-2 എത്രയാണ്? 1/2. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ 1/2 ഇട്ട് കൊടുത്ത് K/8 is equal to 1/2. അതായത് ഇതും കൂടി ഇക്വേറ്റ് ചെയ്തു. K into 2 2K which is equal to 8. K is equal to 8/2 which is equal to 4. കണ്ടോ? ഇനി ചിലർക്ക് ഒരു സംശയം തോന്നും, ഇത് ഡയറക്റ്റ് ഇട്ടാൽ, അതായത് അപ്പുറത്ത് ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ എടുത്താൽ 1 ആകും, 1ഉം 2ഉം. അപ്പോഴും 1/2 എത്ര തന്നെ പോസിറ്റീവ് ആകും. 2 നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ, പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെ എടുത്താലും നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യും. പക്ഷേ ഒരേപോലെ എടുക്കണം. ഒരെണ്ണം ഇപ്പുറത്തും കൊണ്ടുവന്ന് ഒരെണ്ണം അപ്പുറത്തും ഇട്ട് ചെയ്യരുത്. ഓക്കെ, സോ പറഞ്ഞേ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി. ഇതെന്താ സാർ ചെയ്തത്? A1/A2 is equal to C1/C2 ചെയ്ത്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അതെന്തിനാണ് ചെയ്തത്? എല്ലാം ഈക്വലാണ്. A1/A2 is equal to B1/B2 ആണ്. A1/A2 is equal to C1/C2 ആണ്. അപ്പോൾ Kയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്തു. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് വരുത്താൻ വേണ്ടിയിട്ടാണ്. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി 4 വരും. മനസ്സിലായ എല്ലാവർക്കും? ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക, റിവൈസ് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ്. The value of K for which the system of linear equations നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. സാറതിൻ്റെ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. എന്താ? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ വരെ മെനി സൊല്യൂഷനും ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനും ഈ കേസിൽ കറക്റ്റാണ്. കാര്യം എന്താ? ഒന്നിൽ കൂടുതൽ വരുന്ന എല്ലാം ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനാണ്. അവിടെ വേറെ 2 വരുന്ന കേസൊന്നും ഇല്ല. സോ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഏതൊക്കെയാ? Kx + 4y is equal to K. Kx + 4y is equal to K - 4 അല്ലേ. അടുത്ത് എന്ത് എഴുതിയിരിക്കുന്നത്? 6x + ky is equal to K. വാല്യൂസ് ഒക്കെ ഒന്ന് മാറി തിരിഞ്ഞ് കിടക്കുകയാണെന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം A1ൻ്റെ പ്ലേസ് എന്ത് കിട്ടണമെന്ന് നോക്കാം. A1ന് പകരം K, A2ന് പകരം 16 അല്ലേ. കാര്യം എക്സിൻ്റെ കൂടെ ഉള്ള ടൈപ്പ്. ഇനി വൈയുടെ കൂടെ ഉള്ളത് B1 is equal to 4, B2 is equal to K ശരിയല്ലേ. ഇനി C1 ഏതായിട്ട് എടുക്കാം? നമുക്ക് അപ്പുറത്തിട്ട് തന്നെ അതേ കണക്ക് ഡയറക്റ്റ് എടുക്കാം. K ഇങ്ങോട്ട് കൊണ്ടുവരാതെ K - 4. C2വും അപ്പോൾ അവിടെ തന്നെ ഇട്ടേക്കണം K. എല്ലാ വാല്യൂസുമായല്ലോ. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആകണമെങ്കിലുള്ള കണ്ടീഷൻ നിങ്ങൾ പറയാം. ഇപ്പം അങ്ങോട്ട് ചെയ്തോളൂ, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. A1/A2 is equal to B1/B2 is equal to C1/C2. സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. രണ്ടെണ്ണം ഒന്ന് കാണിച്ചു തരാം വേഗം. K/16 is equal to 4/K എന്നാകും. ശരിയല്ലേ? സോ K സ്ക്വയർ is equal to 16 × 4 എന്നാകും. K സ്ക്വയർ is equal to K/16 divided by 4/K. 16 × 4 എത്ര കിട്ടും? 16 × 4 64. സോ K സ്ക്വയർ is equal to 64. എന്തിൻ്റെ സ്ക്വയർ ആണ് 64? 8ൻ്റെ. സോ K is equal to -or +8. കണ്ടോ? ഇതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പോസിറ്റീവ്, ഇവിടെ ഓപ്ഷൻ 8 മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ തന്നെ ജമ്പ് ചെയ്ത് പോകാം. പക്ഷേ ഒരു ക്ലാരിറ്റി, ഒരു -8 കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതും കൂടെ ഒന്ന് സോൾവ് ചെയ്യുക. അതായത് K - 4 ഡിവൈഡഡ് ബൈ K. അത് ഏതുമായിട്ട് ട്രീറ്റ് ചെയ്യാം? നമുക്ക് ഈ കിട്ടിയ വാല്യൂ ഏതാ? A1/A2 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. A1/A2 ഏതായിരുന്നു? K/16 അല്ലെങ്കിൽ 4/K ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് 8 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 years ago, Prema was twice as old as Kabir. 10 years later, Prema will be twice as old as Kabir. How old are Prema and Kabir now? അതായത് 2 പേരുടെ ഏജുകളുടെ കാര്യമാണ് പറയുന്നത്. പ്രേമ വാസ് ത്രൈസ് as old as Kabir അല്ലേ. ഒരാളുടെ നമുക്ക് X എന്നും ഒരാളുടെ Y എന്നും എടുക്കാം അല്ലേ. കബീറിൻ്റെ നമ്മൾ X എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രേമയുടേത് എത്രയാ? Y. 2 നമുക്ക് അങ്ങനെ നിർത്താം തൽക്കാലം. എന്നിട്ടൊന്ന് വായിച്ചു നോക്കാം. 5 years ago, 5 വർഷം മുൻപേ കബീറിൻ്റെ എന്താകും? X - 5 അല്ലേ. പ്രേമയുടേതോ Y - 5. ഇതെന്തിന് ഈക്വലാണെന്നാണ് പറയുന്നത്? പ്രേമയുടെ 5 ഇയേഴ്സിന് മുന്നേ ഉള്ള ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള മീൻസ് അപ്പോഴുള്ള കബീറിൻ്റെ ഏജിൻ്റെ 5 ടൈംസ് ആണ് അല്ലേ. 5 ടൈംസ് ആണ്, അല്ല ത്രൈസ് ആണ്, 3 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. പ്രേമയുടെ ഇപ്പോഴത്തെ 5 - 5 എന്നുള്ളത് എന്താണ്? ത്രൈസ്
ത്രൈസ് ഓഫ് കബീർസ് ഏജ് അല്ലേ, ഇങ്ങനല്ലേ, കബീറിൻ്റെ ഏജിൻ്റെ ത്രൈസ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ ഇത് മനസ്സിലായി എങ്ങനെയാണെന്ന്. പ്രേമയുടെ ഏജ് എന്ന് പറഞ്ഞാൽ കബീറിൻ്റെ ഏജിൻ്റെ ത്രൈസ് ആണ്, അതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ y-5 = 3x - 50. ഒന്ന് ജനറലായിട്ട് മാറ്റി എഴുതാം. എങ്ങനെയാ? 3x ഇവിടെ നിർത്തി, y ഇപ്പുറത്ത് കൊണ്ടുവന്നു, -y. ഇവിടെ ഒരു -5 ഉണ്ട്, ഇതിപ്പുറത്ത് വരുമ്പോൾ +15 which is equal to 3x - y = 10 എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇനി അടുത്ത കേസ് പരിശോധിച്ചേ. 10 years later പ്രേമ വിൽ ബി twice as old as കബീർ. അപ്പം 10 years കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവരുടെ ഏജിന്? ഒരാളുള്ളത് x+10 അടുത്ത ആളുള്ളത് y+10 ആകും അല്ലേ. അപ്പോഴുള്ള ഇവരുടെ റിലേഷൻ എങ്ങനെയാണ്? twice as old as കബീർ. കബീറിൻ്റെ ഏജ് ഇതല്ലേ, x+10 ട്വൈസ് ആയിരിക്കും ആരുടേത്? പ്രേമയുടേത് അല്ലേ, y+10. ഇതൊന്ന് സോൾവ് ചെയ്താൽ പോരെ. 2x + 20 = y+10. വേരിയബിൾസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരാം. 2x - y = 10 - 20. 2x - y = -10. ക്ലിയർ ആയോ? സോ 2x - y = -10 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്പർ 2. നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയില്ലേ മക്കളെ? നമുക്ക് ഇനി നമ്മളെ പഠിച്ച എലിമിനേഷൻ മെത്തേഡോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ ഉപയോഗിച്ച് സോൾവ് ചെയ്തെടുത്തൂടെ? ഇപ്പോൾ സാർ ഇതൊന്ന് റബ്ബ് ചെയ്യുന്നു, ആ 2 ഇക്വേഷൻസ് ഒന്നും കൂടെ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു. 3x - y = 10 ആൻഡ് 2x - y = -10. ശരിയല്ലേ? നോക്കിക്കേ, ഏതെങ്കിലും വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആണ്. വൈയുടെ ഇവിടെ -1 ഇവിടെ -1. അപ്പോൾ സാർ എന്ത് പറഞ്ഞേ? രണ്ടും കൂടെ മൈനസ് ചെയ്യുക അല്ലേ. ഇക്വേഷൻ നമ്പർ 3 അല്ല 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എന്ത് കിട്ടും? 3x - 2x x -y -y ആ മൈനസ് പ്ലസ് ആകുമ്പോൾ -y + y 0 which is equal to 10 മൈനസ് അറിയാത്തൊരു മാറ്റി എഴുതി നോക്കണം. 10 - -10 അതെന്തായിട്ട് മാറും? 20 ആയിട്ട് മാറും. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൈനസ് എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ ആൻഡ് ഈ -10 എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വാല്യൂ. സോ രണ്ടും കൂടെ ചേർന്ന് പ്ലസ് ആകും. എക്സിൻ്റെ വാല്യൂ 20. എക്സ് ആരായിരുന്നു? കബീർ. കബീറിൻ്റെ ഏജ് എന്ത് വരും? 20 വരും അല്ലേ. കബീറിൻ്റെ ഏജ് 20 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതാ നമുക്ക് എന്നാലും ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. 3 × 20 - y = 10. അപ്പോൾ 60 - y = 10. അങ്ങനെയാണെങ്കിൽ -y അപ്പുറത്ത് പോകുമ്പോൾ +y. 10 ഇപ്പുറത്ത് വരുമ്പോൾ 60 - 10 which is equal to 50. y is equal to 50. ക്ലിയർ ആയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീനിയർ ഇക്വേഷൻ്റെ വേർഡ് പ്രോബ്ലം കിട്ടി, നമ്മൾ എന്തായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു? ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് അത് സോൾവ് ചെയ്തെടുത്തു. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Sanjay starts his job with a certain monthly salary. He earns a fixed increment every year. അതായത് സാലറി, ഒരു ഫിക്സഡ് സാലറി ആദ്യം ഉണ്ടായിരുന്നു. ഇനിഷ്യലി ഒരു സാലറി ഉണ്ടായിരുന്നു. എന്നിട്ട് ഓരോ വർഷവും കൂടുമ്പോഴും ഒരു ഫിക്സഡ് എമൗണ്ട്, ഇപ്പോൾ 1000 എങ്കിൽ 1000 അത് എല്ലാ വർഷവും ഇൻക്രിമെൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. അതാണ് അവിടുത്തെ സിനാരിയോ. സോ ബാക്കി നോക്കിയേ. ഇഫ് ഹിസ് സാലറി വാസ് ₹4,500 ആഫ്റ്റർ 4 years, ജോയിൻ ചെയ്ത് 4 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സാലറി എന്തായിട്ട് മാറി? 4,500 ആയിട്ട് മാറി. അടുത്തത് after 10 years his salary become 5,400. Then what will be the initial salary and what will be the fixed salary? അല്ലെ, ഇനിഷ്യൽ സാലറി ആൻഡ് ആനുവൽ ഇൻക്രിമെൻറ്റ്. ഓരോ സമയത്തും വന്ന ഇൻക്രിമെൻറ്റ് എത്രയാണോ? ഇത് 2 വേരിയബിൾ അല്ലേ കണ്ടുപിടിക്കുക. ആരെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആനുവൽ ഇൻക്രിമെൻറ്റും വേണം, ഇനിഷ്യൽ സാലറിയും വേണം അല്ലേ. അവരെ 2 പേർക്ക് നമ്മളൊരു വേരിയബിൾ കൊടുക്കുന്നു. സാറ് ചെയ്യുന്നത് ആദ്യം ആ ഫിക്സഡ് സാലറി എത്രയാ? എക്സ് എന്ന് എടുക്കുന്നു. അതായത് ആദ്യം ഫിക്സഡ് സാലറി എന്ന് വിളിക്കുന്നില്ല, ഇനിഷ്യൽ സാലറി എന്ന് പറഞ്ഞാൽ എക്സ് ലെറ്റ്. ഇനി ഫിക്സഡ് ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സാർ എടുക്കുന്ന വൈ ആയിട്ട് 2 വേരിയബിൾസ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 1 year എന്ത് സംഭവിക്കും? അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ സാലറിയുടെ കൂടെ എന്ത് ആഡ് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻ്റ് ആഡ് ചെയ്യണം. ഇതല്ലേ ഫസ്റ്റ് ഇയറിൽ. അങ്ങനെ പോയി രണ്ടാമത്തെ വർഷം എന്ത് സംഭവിക്കും? അദ്ദേഹത്തിൻ്റെ ഫിക്സഡ്, അതായത് ആ ഇനിഷ്യലി ഉള്ള എമൗണ്ടിൻ്റെ കൂടെ 2 വർഷത്തെ ഇൻക്രിമെൻ്റ് ആകും അല്ലേ. 1 വർഷത്തെ ഇൻക്രിമെൻറ്റ് വയ്യ, അതിൻ്റെ കൂടെ എന്തും കൂടെ കിട്ടും? അടുത്ത സെക്കൻഡ് ഇയറിൽ വീണ്ടും അതേ എമൗണ്ട് ഇൻക്രിമെൻ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ 1000 ആണെങ്കിൽ രണ്ടാമത്തെ വർഷം എന്തായിട്ട് മാറും? 2000 rupees ഇൻക്രിമെൻ്റ് ആയി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? y+y അല്ലെങ്കിൽ 2y. ശരിയല്ലേ മക്കളെ? അപ്പോൾ തേർഡ് ഇയറിലും ഇനിഷ്യൽ സാലറി പ്ലസ്
ഒന്നാമത്തെ വർഷത്തെ ഇൻക്രിമെൻറ്റ്, രണ്ടാമത്തെ വർഷത്തെ ഇൻക്രിമെൻറ്റ്, മൂന്നാമത്തെ വർഷത്തെ ഇൻക്രിമെൻറ്റ്. എല്ലാ വർഷവും ഇൻക്രിമെൻറ്റ് കൂടുന്നില്ല, ഒരേ ഇൻക്രിമെൻറ്റ് തന്നെ. 1000 എങ്കിൽ 1000, 1000, 1000, 1000, 3000. ക്ലിയർ അല്ലോ? y ആണെങ്കിൽ y പ്ലസ് y പ്ലസ് y 3y. ഓക്കെ, അങ്ങനെ പോയി. നാലാമത്തെ വർഷം എന്ത് സംഭവിക്കും? എക്സ് പ്ലസ് 4y. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറി എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 4 years ആഫ്റ്റർ ഹിസ് സാലറി ബിക്കം 4500 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ 4500. അപ്പോൾ ഈ ഇക്വേഷൻസ് കിട്ടി, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത ഇക്വേഷൻ എന്ത് കിട്ടും? ആഫ്റ്റർ 10 years എക്സ് പ്ലസ് 10y ദാറ്റ് ഈസ് ഈക്വൽ ടു 5400. ഇക്വേഷൻ നമ്പർ 2. സിമ്പിൾ അല്ലേ? താ നോക്കിക്കേ, ഇവിടെയും കോഎഫിഷ്യന്റ് ഈക്വൽ ആണ്, ഇവിടെയും കോഎഫിഷ്യന്റ് ഈക്വൽ ആണ്. ഏത് മെത്തേഡ്? എലിമിനേഷൻ മെത്തേഡ്. എന്താണ് എലിമിനേഷൻ മെത്തേഡ്? രണ്ടിൻ്റെയും കോഎഫിഷ്യന്റ് ഈക്വൽ ആണെങ്കിൽ, ഐഡന്റിക്കലി ഈക്വൽ ആണെങ്കിൽ രണ്ടും കൂടെ അങ്ങ് മൈനസ് ചെയ്യുക. സാർ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1. അങ്ങനെ തന്നെ എടുക്കുന്നതിൻ്റെ കാര്യം ഇത് ഇച്ചിരി വലിയ നമ്പറാണ്, അപ്പോൾ പോസിറ്റീവ് നമ്പർ തന്നെ കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ച് ചെയ്താലും കുഴപ്പമില്ല. സോ ഇക്വേഷൻ നമ്പർ 2 മൈനസ് 1 എന്നിട്ട് എക്സും എക്സും ക്യാൻസൽ. 10y minus 4y which is equal to 6y. That is equal to 5400 minus 4500. 4500 എന്ന് കിട്ടും. 5400 minus 4500 that is equal to 900. ശരിയല്ലേ? y is equal to 900 divided by 6. ക്യാൻസൽ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 1 ടൈം ആൻഡ് 5 150 എന്ന് ഇടും. y എന്ന് പറഞ്ഞാൽ 150. എന്തായിരുന്നു y എന്ന് പറഞ്ഞാൽ ആനുവലി ഇൻക്രിമെൻറ്റ്, ആനുവലി കിട്ടുന്ന ഇൻക്രിമെൻറ്റ് 150 വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ദിസ് വൺ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ചെയ്യണം, എന്നിട്ട് ടിക്ക് ചെയ്താൽ മതി. എന്ത് വേണം? ഈ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ എലിമിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. സാർ ഇതെടുത്തു, എക്സ് പ്ലസ് 10y is equal to 5400. അപ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് 10 into 150. 10 into 150 എത്ര മക്കളെ? 1500 അല്ലേ? അപ്പോൾ that is equal to 5400. സാർ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. എക്സ് is equal to 5400 മൈനസ് ഇത് അപ്പുറത്ത് പോകുമ്പം 1500 which is equal എന്ത് കിട്ടും? 00 and 9 which is equal to 3900. കണ്ടോ? അത് തന്നെ 3900 rupees will be his initial salary, starting salary, and he will get per year 150 rupees as the ഇൻക്രിമെൻറ്റ്. ഓക്കെ, ചെറിയ എമൗണ്ട് ആണ്, വിട്ടേക്കുക. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sum of two numbers is 58 and their difference is 12. Very simple. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. എനിക്കറിയില്ല രണ്ട് നമ്പേഴ്സ്, സോ ഐ വിൽ സേ ഫസ്റ്റ് നമ്പർ ബി എക്സ് ആൻഡ് സെക്കൻഡ് നമ്പർ ബി വൈ. So they said that the sum of two numbers, കൂടുതൽ ചിന്തിക്കേണ്ട, എക്സ് പ്ലസ് വൈ ആഡ് ചെയ്യുമ്പോൾ 58. The difference എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക. രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ we will get 12. x plus y is equal to 58 and x minus y is equal to 12. എളുപ്പമല്ലേ? ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 സോൾവ് ചെയ്തേ മക്കളെ. ഇവിടെ എല്ലാ വേരിയബിളും ഈക്വൽ ആണ്. അപ്പോൾ ചോദിക്കും സാറേ എല്ലാം ക്യാൻസൽ ആയി പോകത്തായിരുന്നു. ഇല്ല. ഈക്വൽ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1ഉം ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1ഉം, ഇവിടെ എക്സിൻ്റെ വൈയുടെ കോഎഫിഷ്യൻറ്റ് 1ഉം ഇവിടെ വൈയുടെ കോഎഫിഷ്യൻറ്റ് -1 ആണ്. ഈക്വൽ അല്ല. അപ്പോൾ എന്തേ ഈക്വൽ ഉള്ളൂ? എക്സിൻ്റെ തമ്മിലേ ഈക്വൽ ഉള്ളൂ, ക്യാൻസൽ ആയി പോകത്തില്ല എല്ലാം കൂടെ. എക്സ് മാത്രം ക്യാൻസൽ ആവും. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. പറ എൻ്റെ കൂടെ, എക്സ് മൈനസ് എക്സ് 0. ഇതെല്ലാവർക്കും ഡൗട്ടാണ്. വൈയുടെ കോഎഫിഷ്യൻറ്റ് 1 മൈനസ് ഇവിടുത്തെ വൈയുടെ കോഎഫിഷ്യൻറ്റ് -1 ഇങ്ങനെയാവും കേട്ടോ. 1 മൈനസ് -1 1 + 1. അറിയാത്തവരോ ഡൗട്ടുള്ളവരോ കൺഫ്യൂഷൻ ഉള്ളവരോ മാറ്റി തന്നെ ചെയ്ത് നോക്കണം. അവിടത്തെ ചെയ്ത് തെറ്റിക്കാതെ സൈഡിലോട്ട് മാറ്റി ചെയ്യുക. 1+ വലിയ കുട്ടികൾക്ക് വരെ തെറ്റുന്നതാണ്. 1 + 1 2. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 2y കേട്ടോ. എല്ലാവരും ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് 0 എന്നൊക്കെ എഴുതി വെക്കും. 2y is equal to 58 - 12 എത്ര മക്കളെ? 6. 5 - 1 4. 46 കിട്ടും അല്ലേ? 46. Therefore y is equal to 46 divided by 2 which is equal to 23. y is equal to 23. ഓപ്ഷൻ നോക്കിക്കേ. നമ്മുടെ നിർഭാഗ്യവശാൽ ആ 23 ഇല്ല എന്നും പറഞ്ഞ് പേടിച്ചിരിക്കരുത്. ഏതെങ്കിലും ഒരു നമ്പർ അവർ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത നമ്പർ കൂടി നോക്കാം. എക്സ് എത്രയാണെന്ന്. x plus y is equal to 58. Substitute this value of y in this equation. We will get x plus 23 is equal to 58.
Therefore, x is equal to 58 minus 23. That is equal to 5 and 3. 35. അല്ലേ 35 ഇതാ അടക്കുന്നു 35 ഒരു നമ്പർ ഏതാണ് ദെൻ നമ്പർ ഈസ് ഏതെങ്കിലും ഒരു നമ്പർ അവിടെ കിടപ്പുണ്ട് അത് 35 ആണ് സോ ആൻസർ വിൽ ബി 35 ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് ഇത് സാർ ഇനി പറഞ്ഞു തരണ്ടല്ലോ ഞാൻ കൺസെപ്റ്റ് ഒന്ന് വേഗം പറഞ്ഞിട്ട് പോവാം ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച് ദ സിസ്റ്റം kx plus 3y is equal to k minus 3 12x plus ky is equal to 4 has infinitely many solution എനിക്ക് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു തന്നെ infinitely many solution ആകണം ഈ കണ്ടീഷൻ എന്തുവാ അതെ അതായത് a1 by a2 is equal to b1 by b2 is equal to c1 by c2 അപ്പോൾ എൻ്റെ ഒരു ചോദ്യം അങ്ങോട്ട് അതിന് യുണീക്ക് സൊല്യൂഷൻ ആകണമെങ്കിലോ കൺസിസ്റ്റൻ്റ് ആകണമെങ്കിലോ എന്ന് പറഞ്ഞേ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 അടുത്ത അത് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതിന് സൊല്യൂഷനേ ഇല്ല ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ a1 by a2 നോട്ട് ഈക്വൽ ടു ആണോ a1 by a2 is equal to b1 by b2 not equal to c1 by c2 അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പാരലൽ ലൈൻസ് ആയിരിക്കും അതിന് സൊല്യൂഷൻ കാണുന്നത് സാർ അത് സമ്മപ്പ് ചെയ്യുന്നു ഇവിടുത്തെ എല്ലാ വാല്യൂസും കൂടെ ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം ഇവിടുത്തെ a1k a2 എന്ന് പറഞ്ഞാൽ 12 b13 b2k c1 ആയിട്ട് ഒന്നുകിൽ k-3 അങ്ങനെ തന്നെ എടുക്കുക അപ്പോൾ ഇവിടെയും 4 എടുക്കണം c2 ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ -k-3 ആകും ശ്രദ്ധിച്ചോണം ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എങ്ങനെയാകും -k-3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം ചെയ്യാൻ തെറ്റിപ്പോവും ഓക്കെ -k+3 ആകും കേട്ടോ അത് ശ്രദ്ധിച്ചോണം അല്ലാതെ ചിലർ ഇങ്ങനെ എഴുതി വെക്കും ഇനി ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -k-3 അത് തെറ്റാ ക്ലിയർ ആയല്ലോ ഇപ്പുറത്ത് കൊണ്ടുപോയി അത് 2 ടേം ഉണ്ട് അപ്പോൾ മൈനസ് ആയതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട് അതിന് നല്ല രണ്ടും അപ്പുറത്തിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്യുന്നതാണ് സോ സാർ അത് ചെയ്യുന്നില്ല എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സാർ ഒന്ന് സ്കിപ്പ് ചെയ്യുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ രണ്ടെണ്ണം ചെയ്തതാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ an inconsistent very good inconsistent system of two linear equations in two variables will have നിങ്ങൾ എൻ്റെ അടുത്ത് പറ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു ലീനിയർ ഇക്വേഷന് ഇൻകൺസിസ്റ്റൻ്റ് ആകണമെങ്കിൽ നിങ്ങൾ അപ്പോഴേ ഗ്രാഫ് ഒന്ന് ചിന്തിച്ച് ഇൻകൺസിസ്റ്റൻ്റ് ആകണമെങ്കിൽ അതിന് സൊല്യൂഷൻ കാണരുത് അല്ലേ സൊല്യൂഷൻ കാണരുത് എന്ന് പറഞ്ഞാൽ അവന്മാർ രണ്ടുപേരും എന്തായിരിക്കണം പാരലൽ ലൈനായിട്ട് പോകണം പാരലൽ ലൈനായിട്ട് പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിമുട്ടോ ഇല്ല കൂട്ടിമുട്ടില്ലെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ല അപ്പോൾ എന്ത് പറയാം 1 സൊല്യൂഷൻ ആണോ അല്ല 2 സൊല്യൂഷൻ ആണോ അല്ല ഈ മോർ ദാൻ 2 സൊല്യൂഷൻ ആണോ അല്ല നോ സൊല്യൂഷൻ ആണ് അവിടുത്തെ ആൻസർ വെരി സിമ്പിൾ ഓക്കെ മനസ്സിലായല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ x plus y is equal to 0 2x plus 2y is equal to 0 has no solution അതായത് നമ്മൾ ചെക്ക് ചെയ്യണം ഒന്നെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം a1 by a2 b1 by b2 ചെയ്യാം ഓക്കെ സാർ ഇത് കുറേ നേരമായിട്ട് a1 by a2ൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതിനെ ഞാൻ എലിമിനേഷൻ മെത്തേഡോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലോ ചെയ്ത് നോക്കുന്നു ഓക്കെ ഒന്ന് ചെയ്യാം x plus y is equal to 0 ഇക്വേഷൻ നമ്പർ 1 2x plus 2y is equal to 0 ഇക്വേഷൻ നമ്പർ 2 ഓക്കെ സാർ ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഇക്വേഷനായിട്ട് മാറും ഒരു 2 ഇഞ്ഞ് കോമൺ എടുക്കാം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 ശരിയല്ലേ മക്കളെ ഈ 2 അങ്ങ് അപ്പുറത്ത് പോയി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0/2 എന്താ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 അതായത് എവന്മാർ ഐഡൻറ്റിക്കലി ഈക്വലാണ് ശരിയല്ലേ അതായത് കണ്ടാൽ തോന്നിയില്ല പക്ഷേ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് അവനെ ഒന്ന് വേറൊരു രൂപത്തിലൂടെയൊക്കെ മാറ്റി നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയപ്പോൾ ഇതാ അടക്കുന്നു 2 ഇക്വേഷനും എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 ആണ് അതിനർത്ഥം എന്താ രണ്ടും സിമിലർ ഇക്വേഷൻസ് ആണ് രണ്ടും സിമിലർ ഇക്വേഷൻ ആണെങ്കിൽ അവരുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ലൈൻ താ പോയി അവൻ്റെ മുകളിൽ കൂടെ അടുത്ത ലൈൻ പോകും അല്ലേ അത് രണ്ടും കോയിൻസൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് സൊല്യൂഷൻ നോ ഡൗട്ട് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ക്ലിയർ ആയോ വേറൊരു രീതിയിൽ സാറൊന്ന് പറഞ്ഞുതരാം ഒരു ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6 ആണെന്ന് വിചാരിച്ചോ സാർ ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഫോർ എക്സാമ്പിൾ -2 -2x -2y -12 കണ്ടോ ഈ 2 ഇക്വേഷനും കണ്ടാൽ അത്ര പെട്ടെന്ന് മനസ്സിലാവത്തില്ല എന്നാൽ പോലും സാർ ഇപ്പോൾ പറഞ്ഞു ഒരേ നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ഇക്വേഷനെ അല്ലേ അതായത് ഐഡൻറ്റിക്കലി ആ 2 ഇക്വേഷൻ എന്താണ് സെയിം ആണ് അപ്പോൾ ഒരു ഫിക്സഡ് ഇക്വേഷനെ ഞാനൊരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പുതിയൊരു ഇക്വേഷൻ ആക്കിയാൽ എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തൊരു പുതിയ ഇക്വേഷൻ ആക്കിയാൽ എക്സാക്ട്ലി സിമിലർ ഇക്വേഷൻ തന്നെയാണ് ഗ്രാഫിക്കലി നമുക്ക് കിട്ടുന്നത് അത് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ അങ്ങനെ ഒരു നമ്പർ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് മനസ്സിലാകുമെങ്കിൽ വേഗം തന്നെ അതിൻ്റെ ആൻസർ പറയാൻ പറ്റും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു ദ പെർസെൻറ്റേജസ് ഓഫ് ബ്രദർ ആൻഡ് സിസ്റ്റർ ഇൻ ദ റേഷ്യോ 2:3 10 years hence the ratio will be 3:4
വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ദെയർ പെർസെൻറ്റേജസ്, അതായത് റേഷ്യോയിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, സാറിന് ചെയ്ത് കാണിക്കാം. രണ്ട് പേരുടെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും റേഷ്യോ, ഏജിൻ്റെ റേഷ്യോ ആണ് 2:2ഉം 3ഉം ഏജ് അല്ല. 2:3 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് അല്ലേ. എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് ഇവരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലെറ്റ് ബ്രദേഴ്സ് ഏജ് വിൽ ബി 2x ആൻഡ് സിസ്റ്റേഴ്സ് ഏജ് വിൽ ബി 3x. ഇങ്ങനെയല്ലേ നമ്മളതിൻ്റെ റേഷ്യോ മാറ്റുന്നത്? ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2x എന്ന് പറയുന്നതും 3x എന്ന് പറയുന്നതുമാണ് ഇപ്പോഴത്തെ നമ്മുടെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും ഏജസ്. റേഷ്യോ അല്ല, ഏജസ് ഡയറക്റ്റ്ലി 2xഉം 3xഉം ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 10 years അല്ലല്ലേ, അതന്നെ, ആഫ്റ്റർ 10 years വാട്ട് വിൽ ബി ദ ബ്രദേഴ്സ് ഏജ്? 2x + 10 അല്ലേ. വാട്ട് വിൽ ബി ദ സിസ്റ്റേഴ്സ് ഏജ്? 3x + 10. 10 വർഷം കഴിയുമ്പോൾ 10 വയസ്സ് കൂടും, ഏജ് 10 മാറും അല്ലേ. സോ 2x + 10ഉം 3x + 10ഉമാണ് ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും 10 വർഷത്തിന് ശേഷമുള്ള ഏജ്. അപ്പോഴുള്ള അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് 3:4 ആണ്. മനസ്സിലായ? ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് 2x + 10 ഒന്നുകൂടെ എഴുതാം. 2x + 10 എന്നുള്ളതിനെ ഡിവൈഡഡ് ബൈ എന്ന് എഴുതാം. 3x + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 3/4. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 4 ഇൻറ്റു, ഇതൊരു 1 വേരിയബിളിൻ്റെ ഇക്വേഷൻ തന്നെയാണ്, 3x + 10. നമുക്ക് y വരുന്നില്ല, അല്ലാതെ തന്നെ ചെയ്ത് പോകാൻ പറ്റും. 8x + 40 വിച്ച് ഈസ് ഈക്വൽ ടു 9x + 30 അല്ലേ. അപ്പം 9x - 8x, 8xന് അപ്പുറത്തുണ്ട്, ഇവിടെ ഒരു 40 കിടപ്പുണ്ട്, 30 ഇപ്പുറത്തുണ്ടോ. സോ 9x - 8x എത്ര മക്കളെ? x. 40 - 30 10. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 എന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെ ഏജ് അല്ലത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് നമ്പർ ഇട്ട് കൊടുത്ത് റേഷ്യോ മാറ്റിയതാണ്. നമ്മൾ ഇങ്ങോട്ട് പോവുക. ബ്രദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 2 × x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 10. അപ്പോൾ ബ്രദറിൻ്റെ ഏജ് എന്ത് വരും? 2 × 10 വിച്ച് ഇസ് ഈക്വൽ 20. അതായത് ബ്രദറിൻ്റെ ഏജ് 20, സിസ്റ്ററിൻ്റെ ഏജ് 3 × 10 30 അല്ലേ. അപ്പോൾ ബ്രദറിൻ്റെ ഏജ് 20ഉം സിസ്റ്ററിൻ്റെ ഏജ് 30ഉം വരും. അതേതാണ്? ബ്രദറിൻ്റെ ഏജ് 20ഉം സിസ്റ്ററിൻ്റെ ഏജ് 30. ശരിയല്ലേ? then their percentages will be this one, 30 and 20. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. In a picnic there are boys and girls. 15 girls leave, then the boys and girls are left in the ratio of 2:1. Later 45 boys leave and the ratio changes to 1:5. The number of girls in the beginning was. ഓക്കെ, അതായത് ഒരു പിക്നിക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ആദ്യമേ തന്നെ അസംഷനിലേക്ക് പോകാം. നമ്പർ ഓഫ് ഗേൾസിനെ നമുക്ക് നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും അല്ലേ. നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് എക്സ് എന്ന് വിളിക്കാം, നമ്പർ ഓഫ് ഗേൾസ് വൈ എന്നും വിളിക്കാം. ഓക്കെ, എന്തു പറയുന്നത്? ഒരു പിക്നിക്കിന് ആദ്യമേ തന്നെ ഗേൾസ് എത്ര പേര് ഇല്ല? 15 പേര് ആബ്സെൻ്റ് ആണ്. അപ്പോൾ എന്ത് വരും? ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ y-15. പിക്നിക്കിന് വന്ന ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ y-15. ബോയ്സ് എല്ലാവരും ഒരേപോലെ വന്നു മിടുക്കന്മാരായിട്ട്. സോ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ സ്റ്റിൽ എക്സ് തന്നെ. അപ്പോഴുള്ള ഇവരുടെ റേഷ്യോ, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ x/y/15 is equal to 2:1. അതായത് 2/1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം x is equal to 2 times y-15 which is equal to 2y-30. x is equal to 2y-13 which is equal to x minus 2y, that will be -30. ഇക്വേഷൻ നമ്പർ 1 അവിടെ കിടക്കട്ടെ. ഇനി രണ്ടാമത്തെ കേസ്. ലേറ്റർ, പിന്നീട് മനസ്സിലായി 45 ബോയ്സ് ലെഫ്റ്റ് ഫ്രം ദ പിക്നിക്. 45 ബോയ്സ് ഇല്ല എന്ന് മനസ്സിലാക്കി പിന്നീട് അല്ലേ. അപ്പം എന്ത് വരും? ബോയ്സിൻ്റെ എണ്ണം x-45 ആൻഡ് ഗേൾസ് അപ്പോഴെത്ര തന്നെ? 15 ഗേൾസ് ഇല്ലാത്ത അതേ കണ്ടീഷൻ തന്നെ y-15. അപ്പോഴുള്ള ഇവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ
എക്സ് മൈനസ് 45 ഡിവൈഡഡ് ബൈ വൈ മൈനസ് 15 എന്ന് പറഞ്ഞാൽ 1/5. അതായത് 15 ഗേൾസും ഇല്ല 45 ബോയ്സും പോയി. രണ്ടാമത്തെ കേസിൽ 15 പേര് ഗേൾസും ഇല്ല 45 ബോയ്സും ഇല്ല, മിടുക്കരെന്ന് പറഞ്ഞിട്ട് അവരും പോയി. അപ്പോൾ 1/5. ഇനി ഇതൊന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 5x മൈനസ് 45 ഇൻറ്റു 5 225 which is equal to y minus 15. നമുക്ക് എക്സ് എല്ലാം വേരിയബിൾസ് എല്ലാം ഒരുമിച്ചാക്കാം. 5x മൈനസ് വൈ ഇസ് ഈക്വൽ ടു -15 പ്ലസ് 225. ഇതൊക്കെ സിമ്പിൾ സാധനമായതുകൊണ്ട് സാർ വേഗം അങ്ങ് ചെയ്ത് പോവാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 5x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 210 വരും അല്ലേ? 210 ശരിയല്ലേ? യെസ്. ദെൻ 5x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 210. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടില്ല. ആ ഇക്വേഷനുകൾ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ മക്കളെ എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു -13 അല്ലേ? ഇക്വേഷൻ നമ്പർ 1. താ വരുന്നു എലിമിനേഷൻ മെത്തേഡ്. കോഎഫിഷ്യൻസ് ഒന്നും ഈക്വൽ അല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ആക്കുന്നു. വേഗം ഈക്വൽ ആക്കാൻ പറ്റുന്ന ഏതാ? ഇതാ y അല്ലേ? ചെറിയ നമ്പർ അല്ലേ? വൈയിൽ ഇവിടെ 2ഉം ഇവിടെ 1ഉം. സാർ എന്താ പറഞ്ഞ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്? ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഉണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഉണ്ട് അവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? സാർ എന്ത് ചെയ്യുന്നു? -1ഉം -2 ആണ്, രണ്ടും മൈനസും മൈനസും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 1ഉം 2ഉം അങ്ങ് എടുക്കുന്നു. ഈ ഇക്വേഷനെ കംപ്ലീറ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ ഇക്വേഷനെ കംപ്ലീറ്റ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ പ്രോസസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് -1 ആണ്, അപ്പോൾ ഞാൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും -2 ആണ്, അപ്പോൾ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ രണ്ടിടത്തും മൈനസ് കളഞ്ഞിട്ടാണ് ചെയ്തേക്കുന്നത്, ഒരേപോലെ ചെയ്തു, അപ്പം വാല്യൂ മാറത്തില്ല. സോ മൾട്ടിപ്ലൈ എന്ത് കിട്ടും? മുകളിൽ 10x മൈനസ് 2y ഇസ് ഈക്വൽ ടു 420. ഇവിടെയോ എക്സ് മൈനസ് 2y വിച്ച് ഇസ് ഈക്വൽ ടു -30. കണ്ടോ? പുതിയ ഇക്വേഷനായി. ഇത് രണ്ടും ഒരേ സിമ്പിൾ അല്ലേ? സൈനും. അപ്പോൾ മൈനസ് ചെയ്യാം. 10x മൈനസ് എക്സ് അത് തന്നെ 10x മൈനസ് എക്സ് 9x വിച്ച് ഇസ് ഈക്വൽ ടു 420 മൈനസ് -30. 420 മൈനസ് -30. രണ്ട് മൈനസ് ഒന്ന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്. സോ ദാറ്റ് ഈസ് 450. എക്സ് ഇസ് ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ 9 വിച്ച് ഇസ് ഈക്വൽ ടു 450 ആണ്, 450. എത്ര കിട്ടും? വി നോ ദാറ്റ് ഈസ് 50. ശരിയല്ലേ? 5 9s are 45. സോ 50. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 50. നമ്മുടെ അടുത്ത് എന്ത് ചോദിച്ചിരിക്കുന്നത്? വൈ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എക്സിൻ്റെ വാല്യൂ 50, നമ്പർ ഓഫ് ഗേൾസ് 50, നമ്പർ ഓഫ് ബോയ്സ് 50. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുമല്ലോ, ഒരു ഇക്വേഷൻ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഏത് ഇക്വേഷൻ അത് കൊടുക്കാം? നമുക്ക് ദാണ്ട് ഇതിൽ കൊടുക്കാം. എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു -30. എക്സിൻ്റെ വാല്യൂ 50 അല്ലേ? 50 മൈനസ് 2y ഇസ് ഈക്വൽ ടു -30. എവനങ്ങ് അപ്പുറത്ത് പോവും, 2y അപ്പുറത്ത് പോകുമ്പോൾ +2y, 30 ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് കിട്ടും? 50 + 30 80 വരും അല്ലേ? y ഇസ് ഈക്വൽ ടു 80/2 വിച്ച് ഇസ് ഈക്വൽ ടു 40. ശരിയല്ലേ? ഒന്നുകൂടെ നോക്ക്. എക്സ് മൈനസ് 2y ഇസ് ഈക്വൽ ടു -30. അവിടെ എക്സിൻ്റെ വാല്യൂ 50, 50 മൈനസ് 2y ഇസ് ഈക്വൽ ടു -30. ദെൻ -30 ഇപ്പുറത്ത് കൊണ്ടുവന്ന് 2y അപ്പുറത്ത് പോയി. അപ്പം -30 ഇവിടെ വരുമ്പോൾ +30, 50 + 30 50, 50 + 30 80, ആൻഡ് -2y അപ്പുറത്ത് പോകുമ്പോൾ +2y. therefore y is equal to 40. Did you understand? വൈയുടെ വാല്യൂ എന്തായിട്ട് മാറി? 40 ആയിട്ട് മാറി. എന്നാൽ ബോയ്സിൻ്റെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ അത് 50 ആയിട്ട് എഴുതിയാൽ വേണ്ട. സോ ഹിയർ ഇറ്റ് ഈസ് ആൻസർ 40. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. യാമിനി ആൻഡ് ഫാത്തിമ, 2 students of class 9 of a school. നിങ്ങൾ പരിചയപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് NCERT. ടുഗദർ കോൺട്രിബ്യൂട്ടഡ് ₹100 towards the Prime Minister's Relief Fund to help the earthquake victims. A linear equation which satisfies this data is very simple. രണ്ട് പേരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നാണ് പറയുന്നത്? ₹100 ആണ്. അപ്പോൾ നമുക്കറിയില്ല യാമിനി എത്ര ഇട്ടത്, എത്രയാണ് ഫാത്തിമ ഇട്ടതെന്ന് അറിയാം. രണ്ടുപേരും, യാമിനിയുടേത് എക്സ് എന്ന് വിളിക്കാം, ഫാത്തിമയുടേത് വൈ എന്ന് വിളിക്കാം. രണ്ടുപേരും കൂടെ ചേർത്ത് എത്ര രൂപ ഇട്ടിട്ടുള്ളൂ? അത് 100 ഉള്ളൂ. സോ സിമ്പിൾ. എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പം nothing but more than 100 അല്ലേ? 100-ന് അപ്പുറം വന്നിട്ടില്ല. സോ മാക്സിമം എത്ര വന്നേക്കുന്നത്? 100. സോ ലെറ്റ് ഫാത്തിമാസ് കോൺട്രിബ്യൂഷൻ ഈസ് എക്സ് ആൻഡ് യാമിനീസ് കോൺട്രിബ്യൂഷൻ ഈസ് വൈ. ദെൻ എക്സ് പ്ലസ് വൈ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100 കിട്ടും. സോ വെരി സിമ്പിൾ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ക്ലിയർ ആയാലും? ഇതിൻ്റെ ബാക്കി ഒരെണ്ണം ഉണ്ട്, ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? നമുക്കറിയാം, നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് NCERT സെഷനിൽ. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For what value of c the system of equations has
ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് സാർ. വേഗം അതിൻ്റെ വാല്യൂസ് മാത്രം എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ കിടക്കുന്നതായതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. കെ ഒക്കെ മാറി സി ഒക്കെ ആയി അല്ലേ, കോൺസ്റ്റന്റ് ടേം ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. അല്ല, നോക്കിക്കേ, ഫസ്റ്റ് ഇക്വേഷൻ cx പ്ലസ് 3y മൈനസ് ഓഫ് c മൈനസ് 3 = 0. വേഗം അതിൻ്റെ a1 ഒന്ന് പറഞ്ഞേ മിടുക്കരായിട്ട്, c, b1 പറഞ്ഞേ 3, c1 ശ്രദ്ധിച്ച് പറയുക, ദാറ്റ് ഈസ് മൈനസ് ഓഫ് c മൈനസ് 3. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ എടുത്തത് എല്ലാവർക്കും മനസ്സിലായോ? നെഗറ്റീവ് ഫ്രണ്ടിൽ കിടപ്പുകൊണ്ട് രണ്ട് ടേം ഒരുമിച്ചാണ്. അടുത്തത് അപ്പോൾ സാറേ ഈ സിയും ഈ സിയും ഓരോ ആണ്, കുഴപ്പമില്ല, നമ്പറല്ലേ. അടുത്തത് a2 എത്രയാ 12, b2 c, c2 മൈനസ് സി. എന്ത് ചോദിച്ചിരിക്കുന്നത്? സിയുടെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാ? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആകുമ്പോൾ. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആകണോ? a1/a2 = b1/b2 = c1/c2 ആകണമല്ലോ. നമുക്ക് നോക്കാം. a1/a2 എത്രയാ മക്കളെ? c/12 = b1/b2 എത്ര മക്കളെ? 3/c അല്ലേ, 3/c. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ c² = 12 × 3 36. c ± 6. ശരിയല്ലേ? സിയുടെ വാല്യൂ നമ്മൾ മുമ്പേ ചെയ്തതാണ്. ഇനി അത് ചെയ്ത് നോക്കണ്ട. ബാക്കിയും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എന്ത് കിട്ടും? 6 തന്നെ കിട്ടും. നെഗറ്റീവ് വാല്യൂ ഉള്ളത് കിടപ്പില്ല ഓപ്ഷൻ. അപ്പം ഈ ഡീഫോൾട്ട് 6 ആൻസറായിട്ട് മാറും. സംശയമുള്ളവർ എന്തും കൂടെ ചെയ്ത് വെക്കുക, c1/c2 കൂടെ ചെയ്യുക. c1/c2 ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, മൈനസ് ഓഫ് c മൈനസ് 3 ഡിവൈഡഡ് ബൈ മൈനസ് സി. അപ്പോൾ ഈ മൈനസ് ഈ മൈനസും ക്യാൻസൽ ചെയ്യും. വീണ്ടും അത് പോസിറ്റീവായിട്ട് മാറും കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി, ചെയ്ത് നോക്കുക. ആൻസർ ഈസ് 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The weekly income of A and B are in the ratio 5:6 and their weekly expenditure are in 8:11. If each saves 1050 per week, find then weekly income one of them. Okay, രണ്ട് ആൾക്കാരുടെ, പേഴ്സൺ എയുടെയും പേഴ്സൺ ബിയുടെയും ഇൻകവും എക്സ്പെൻഡിച്ചറുമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പേഴ്സൺ എയുടെയും പേഴ്സൺ ബിയുടെയും ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് 5:6. അപ്പം നമുക്ക് പറയാം, പേഴ്സൺ എയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 5x ആയിട്ടും പേഴ്സൺ ബിയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 6x ആയിട്ടും എടുക്കാം. ഇൻകം അതെങ്ങനെയാണ് മക്കളെ? എക്സ് കൊണ്ട് സാറ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഒരു ക്വസ്റ്റിന് പറഞ്ഞിരുന്നു. എങ്ങനെയാ? റേഷ്യോയിലാണ് കിടക്കുന്നെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ ഒറിജിനൽ വാല്യൂ ആക്കാം. സാർ ഇവിടെ കൊടുത്ത ആ ഫിക്സഡ് നമ്പറാണ് എക്സ്. ക്ലിയർ ആയല്ലോ? അത് മുമ്പേ ചെയ്ത് കാണിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ഒറ്റ വേരിയബിൾ അത് ചെയ്തെടുത്തു അല്ലേ. ഇവിടെ അത് പോരാ, അടുത്തതും കൂടെ വരുന്നു. ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനാണ് മുമ്പേ ആ ഒരു വേരിയബിൾ ഇട്ട് ഒറ്റ വേരിയബിൾ ഇട്ട ക്വസ്റ്റ്യൻ തന്നത്. അടുത്ത് നോക്കിയേ, ഇതേ ആൾക്കാരുടെ തന്നെ എക്സ്പെൻഡിച്ചറും പറയുന്നു. എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് പറയുന്നത്? 8:11 അല്ലേ, 8:11. അതൊന്ന് എഴുതിക്കുക. അപ്പം അതിന് നമുക്ക് വേറൊരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8y-ഉം 11y-ഉം. അതേതാ? എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആയല്ലോ? ഇനി അവർ പറയുന്നു, രണ്ട് പേരും ഒരേപോലെ ഓരോ വീക്കിലും 1050 സേവ് ചെയ്യുന്നു. സേവ് ചെയ്യപ്പെടണമെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറവും ഇൻകം കൂടുതലുമായിരിക്കണം അല്ലേ. അതായത് ഒന്നാമത്തെ ആളുടെ സേവിങ്സ് ഓഫ് എ എന്ത് വരും? ടോട്ടൽ ഇൻകം 5x മൈനസ് അയാളുടെ എക്സ്പെൻഡിച്ചർ 8y. ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നാണ് പറയുന്നത്? 1050. എങ്ങനെയാണ് സാർ ആ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത്? പേഴ്സൺ എയുടെ ടോട്ടൽ ഇൻകം, പേഴ്സൺ എയുടെ എക്സ്പെൻസ്. തിരിച്ചെഴുതാത്തതിൻ്റെ കാര്യം എന്താ? തിരിച്ചെഴുതി അത് നഷ്ടമാണ്, ലോസ് ആണല്ലേ. ചിലവ് കൂടുതലും വരുമാനം കുറവ്. അപ്പോൾ സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞ മക്കളെ 6x മൈനസ് 11y = എന്ത് കിട്ടും? അപ്പോഴും 1050. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് നമുക്ക് വേണ്ടുന്ന ആൾക്കാരായല്ലോ. ഇക്വേഷൻ നമ്പർ 1-ഉം ഇക്വേഷൻ നമ്പർ 2. ഇനി ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യുക? എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ആക്കുക. ദെൻ സോൾവ് ചെയ്തെടുക്കുക. സാർ വേഗം പറയാം, ഒന്ന് നോക്കി. നമുക്കിത് അങ്ങ് ഈക്വൽ ആക്കാം. ആരെയാ? നമ്മുടെ പ്രിയപ്പെട്ട എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കാം. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ? 5. ഇവിടെ എത്രയാ? 6. അപ്പം നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞേ. ഇക്വേഷൻ നമ്പർ 1-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 1-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പം 6 × 5 30. 30x മൈനസ് ഇവിടെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48y വിച്ച് ഈസ് ഈക്വൽ ടു 1050യെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6300. ശരിയല്ലേ? ഇനി ഇവിടെ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വീണ്ടും 30x. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേഗം അങ്ങ് പോവുകയാണേ. 11 × 5 55.
വൈ ഇസ് ഈക്വൽ ഇവിടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 105 ഇൻറ്റു 5 25 5 സോ 5250 മൈനസ് ചെയ്യാം. എന്ത് കിട്ടും മൈനസ് ചെയ്യുമ്പോൾ 30x മൈനസ് 30x ക്യാൻസൽ ആയി പോയി. ഇവിടെ -48y മൈനസ് 55y അപ്പോൾ -48y പ്ലസ് 55y രണ്ടും കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും 7 കിട്ടും അല്ലേ 7y is equal to 6300 minus 5250 0 and 5 1050. Therefore y is equal to 1050 divided by 7 എത്ര കിട്ടും 1050 divided by 7 എന്ന് പറഞ്ഞാൽ 1 times 7 3 35 and 5 times 35 and 0 150. y is equal to 150. y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത സാധനം ആരെ മൾട്ടിപ്ലൈ ചെയ്തത് എക്സ്പെൻഡിച്ചറിനെ മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു y അല്ലേ. ഇവിടെ എന്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ വീക്ക്ലി ഇൻകം ഓഫ് ദം ഇൻ വീക്ക്ലി ഇൻകം. അപ്പോൾ എക്സ് ആണ് വേണ്ടുന്നത്. എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. നമ്മൾ എങ്ങനെയായിരുന്നു ആ ഇക്വേഷൻ ചെയ്തത് 5x പ്ലസ് 8y ഈസ് ഈക്വൽ ടു 5x മൈനസ് 8y ഈസ് ഈക്വൽ ടു 1050. അതല്ലായിരുന്നോ ഫസ്റ്റ് ഇക്വേഷൻ. അവിടെ വൈയുടെ വാല്യൂ 150 ആയിട്ട് കൊടുക്കുക. 5x മൈനസ് 8 ഇൻറ്റു 150 ഈസ് ഈക്വൽ ടു 1050. മനസ്സിലായത് എന്തുവാണെന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അവനത് മായ്ച്ച് കളഞ്ഞിരുന്നു. ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ ഏതായിരുന്നു 5x മൈനസ് 8y ഈസ് 1050. അതിന് വൈയുടെ വാല്യൂ കൊടുക്കുക. വൈയുടെ വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും 150 ഇൻറ്റു 8 1200. അപ്പോൾ 5x മൈനസ് 1200 is equal to 1050. Therefore 5x is equal to 1050 plus 1200. ആഡ് ചെയ്യുമ്പം 0522250 അല്ലേ 5x. Therefore x is equal to 2250 divided by 5. കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 4 times 450. x is equal to 450. x 450 കിട്ടി. പക്ഷെ നമുക്ക് അതല്ല വേണ്ടുന്നത്. എന്താണ് ആരുടെയെങ്കിലും ഒരാളുടെ ഇൻകം വേണം. അതായത് ഒന്നെങ്കിൽ 5x അല്ലെങ്കിൽ ഒരാളുടെ ഇൻകം ഒരാളുടെ 5x ഒരാളുടെ ഇൻകം 5x ഒരാളുടെ ഇൻകം 6x അല്ലേ. ഇതിലേതെങ്കിലും ഒന്നാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ 5x ചെയ്യുന്നതാണോ നല്ലത് 6x ചെയ്യുന്നതാണോ? നമുക്ക് ആദ്യം എന്ത് ചെയ്യാം 6x ചെയ്യാം. 450 ഇൻറ്റു 6 2700 താഴെ കിടക്കുന്നു. ഓക്കെ സംശയത്തിന് വേണ്ടി നമുക്ക് 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു എക്സ് എത്രയാണ് 5 ഇൻറ്റു എക്സ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത് 450 ഇൻറ്റു 5. ഇതാണ് ഒന്നുകിൽ ഒരാളുടെ വീക്കിലി ഇൻകം ഇതും മറ്റൊരാളുടെ വീക്കിലി ഇൻകം നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചതും. ഇതിൽ ഏതാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് 2700. ഓക്കെ ഇത് രണ്ടും കറക്റ്റാണ്. ഇത് പേഴ്സൺ എയുടെ വീക്കിലി ഇൻകം ഇത് പേഴ്സൺ ബിയുടെ വീക്കിലി ഇൻകം ഏതെങ്കിലും ഒരാളുടെ മതി. അതുകൊണ്ട് നമ്മൾ ഇതെടുത്തു 2700. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്ത് പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്ത് കാണുക. ഓക്കെ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 3 chairs and 2 tables cost ₹700 and 5 chairs and 3 tables cost. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ധാരാളം NCERT-ലൊക്കെ ചെയ്ത് പരിശീലിച്ചതാണ്. എന്താണ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ചെയറിൻ്റെയും ടേബിളിൻ്റെ അല്ലേ. ചെയറിൻ്റെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു ചെയേഴ്സ് ആൻഡ് ടേബിൾസ് വി ക്യാൻ സേ ദാറ്റ് വൈ. അതിൻ്റെ കോസ്റ്റ് ഓഫ് ചെയർ എക്സും കോസ്റ്റ് ഓഫ് ടേബിൾ വൈയും. അങ്ങനെയാണെങ്കിൽ എത്ര ചെയർ മേടിച്ചു 3x 3. അപ്പോൾ 3 ഇൻറ്റു എക്സ്. അടുത്ത 2 ടേബിൾസ് 2y. അത് രണ്ടും കൂടെ എത്ര രൂപയായെന്നാണ് പറയുന്നത് 700. വെരി സിമ്പിൾ. അടുത്ത കേസ് എന്ത് പറയുന്നത് 5 ചെയേഴ്സ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 5x. എത്ര ചെയേഴ്സ് 3 ടേബിൾസ് അപ്പോൾ 3y. രണ്ടും കൂടെ കോസ്റ്റ് കൂട്ടുക ആഡ് ചെയ്യുക വിച്ച് ഇസ് ഈക്വൽ ടു 1100. സോൾവ് ചെയ്യുക. ഇനി മാം പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ ഈക്വൽ ആക്കണം അല്ലേ. സാറ് വേഗം ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 1-നെ 3 കൊണ്ടും ഇക്വേഷൻ നമ്പർ 2-നെ സാറ് 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഇത് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടും 3 ഇൻറ്റു 3 9x 6y 2100. വേഗം എഴുതുന്നു. നെക്സ്റ്റ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10x 6y 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2200. കണ്ടോ സോൾവ് ചെയ്യുക.
ഇക്വേഷൻ നമ്പർ 3 ആയി, ഇക്വേഷൻ നമ്പർ 4 ആയി. എലിമിനേഷൻ മെത്തേഡ്, ഇക്വേഷൻ നമ്പർ 4ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 3 മൈനസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? 10x മൈനസ് 9x എക്സ്, 6y മൈനസ് 6y ക്യാൻസൽഡ്, 2200 മൈനസ് 2100 100. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി മക്കളെ? 100. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് വേണം? y വേണം അല്ലേ? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു ഇക്വേഷൻ അത് കൊടുത്തേ. 3x പ്ലസ് 2y ഇസിക്കൽ 700. എക്സിൻ്റെ വാല്യൂ 100 അല്ലേ? അപ്പോൾ 300. 2y ഇസിക്കൽ 700. ഈ 300 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 300. 2y ഇസിക്കൽ 400. y ഇസിക്വൽ ടു 200. അതായത് ടേബിളിൻ്റെ കോസ്റ്റ് 200, ചെയറിൻ്റെ കോസ്റ്റ് 100. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ് ഫോർ 2 ചെയേഴ്സ്? ഒരു ചെയറിന് 100, 2 ചെയേഴ്സിന് 200. 2 ടേബിൾസ്, ഒരു ടേബിളിന് 200. അങ്ങനെയാണെങ്കിൽ 2 ടേബിൾസിന് 400. ടോട്ടൽ 200 പ്ലസ് 400 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 rupees ഫോർ ടോട്ടൽ. അതേതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി. ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ക്ലിയർ ആയല്ലോ? ഈ 15 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ആ പാഠഭാഗത്തെ മുഴുവൻ കൺസെപ്റ്റും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ എന്തായിട്ട് വരുന്നത്? മറ്റൊരു ചാപ്റ്ററുമായിട്ട് കണക്ട്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് സാർ ഒന്ന് സ്റ്റക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെയും ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ആ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ വെച്ചൊന്ന് പോസ് ചെയ്ത്. എന്നാൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക. ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ സാറാ പറഞ്ഞ കൺസെപ്റ്റ്, ആദ്യത്തെ 15 മിനിറ്റ് പറഞ്ഞ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്? ഒന്ന്, എന്താണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ എന്ന് പറഞ്ഞു. അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഗ്രാഫിക്കൽ മെത്തേഡും ഓൾജിബ്രാക് മെത്തേഡ്. എന്താണ് ഗ്രാഫിക്കൽ മെത്തേഡ്? എന്താണ് ഓൾജിബ്രാക് മെത്തേഡ്? ഓൾജിബ്രാക് മെത്തേഡ് 2 മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും. ഗ്രാഫിക്കൽ മെത്തേഡിൽ 3 കണ്ടീഷൻ. ഒന്ന്, ഇന്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് ആൻഡ് നോട്ട് ഇന്റർസെക്റ്റിംഗ്, ദാറ്റ് മീൻസ് പാരലൽ ലൈൻസ് ആൻഡ് കോയിൻസൈഡ് ലൈൻസ്. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? കൺസിസ്റ്റൻസി ചെക്ക്. ഇക്വേഷൻസ് മാത്രം തന്നിരുന്നാൽ ഇക്വേഷൻസിൻ്റെ കോഎഫിഷ്യൻസ് നോക്കി കൺസിസ്റ്റൻസി പറയാൻ പറ്റും. ഏതൊക്കെയാണ് കൺസിസ്റ്റൻ്റ് ആണ്? കൺസിസ്റ്റൻറ്റിനകത്ത് തന്നെ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളത്. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2. ഇനി കൺസിസ്റ്റൻ്റ് തന്നെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഡിപ്പെൻഡ് ആവുന്ന ഏതാണ്? a1/a2 ഇസിക്കൽ b1/b2 ഇസിക്കൽ c1/c2. ഇനി പാരലൽ അല്ലെങ്കിൽ ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്ന ഏതാണ്? a1/a2 ഇസിക്കൽ b1/b2 ബട്ട് c1/c2 അതിന് ഈക്വൽ ആവത്തില്ല. ക്ലിയർ ആയല്ലോ? ഇത്രയും ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ഇവിടം വെച്ച് തീരുന്നില്ല. 8ൽ തുടങ്ങിയ ഇതേ കൺസെപ്റ്റ് ഇനിയും നമ്മൾ +1 +2 പഠിക്കും. സോ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഡൗട്ട്സ് ഉള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഇട്ട് നോക്കി സോൾവ് ചെയ്ത് എടുക്കുക. സ്പീഡപ്പ് ആക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.